Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ഓവർവ്യൂവിന്റെ എവിടെ വരെ എടുത്തേ? ചലഞ്ചസില് ഇന്റേണൽ ചലഞ്ചസ് വരെ എടുത്തു. ഇന്റേണൽ ചലഞ്ചസ് വരെ എടുത്തു അല്ലേ? ഫുള്ളും കംപ്ലീറ്റ് ആയില്ലേ? അത് കംപ്ലീറ്റ് ആയിരുന്നു. ഇനി External challenges start ചെയ്യണം. Okay. ഓക്കെ, നമ്മൾ ഇന്റേണൽ ചലഞ്ചസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ക്ലിയർ അല്ലേ ഇതെല്ലാം? ഓക്കെ അല്ലേ? ഓക്കെ. Then next ആണ് എക്സ്റ്റേണൽ ചലഞ്ചസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് പറഞ്ഞു. ഇന്റേണൽ ആയിട്ട് ഹോസ്പിറ്റലിനകത്ത് വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ വെല്ലുവിളിയായിട്ട് വരുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ചലഞ്ചസ്, പുറത്തുള്ള അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് അവർ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഓക്കെ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്, ബയോമെഡിക്കൽ വേസ്റ്റസുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റും അതിന്റെ റെഗുലേഷൻസും അല്ലെ, കൃത്യമായിട്ട് ഇപ്പൊ വേസ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള്, ഇതെല്ലാം അവർ കൃത്യമായിട്ട് പാലിക്കുക എന്നത് ഒരു എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. രണ്ടാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ ആരാണ്? ഇവിടുത്തെ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഒരു എക്സ്റ്റേണൽ ചലഞ്ച് ആണ്. Then റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ? കേട്ടിട്ടുണ്ടോ? ഒരു ആക്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കേട്ടിട്ടില്ലേ? വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അത് തന്നെ. അപ്പൊ ഇവിടെ എന്താണ്, ഓരോ ഹോസ്പിറ്റലിലും പേഷ്യൻസിന് കുറച്ച് ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശങ്ങളുണ്ട്. നമ്മുടെ അല്ലാത്ത നിയമം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് അവിടുത്തെ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എല്ലാ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല മറ്റേത് സ്ഥാപനങ്ങളിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ട് പ്രകാരം അറിയാനുള്ള ഒരു അവകാശം ഈ പറയുന്ന നമ്മുടെ പബ്ലിക്കിനുണ്ട് അല്ലെ. അവർക്ക് അത് ഈ ഒരു ആക്ട് ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഹോസ്പിറ്റലെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, പേഷ്യൻസിന് അവരുടേതായ കുറെ അവകാശങ്ങളുണ്ട് അല്ലെ. അവരെ സംബന്ധിക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അറിയാനായിട്ടുള്ള ഒരു അവകാശം ഈ പറയുന്ന പേഷ്യൻസിന് ഉണ്ടായിരിക്കും അല്ലെ. അതാണ് അവരുടെ ആ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശങ്ങൾക്കനുസരിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ മറുപടികൾ അല്ലെങ്കിൽ റിപ്ലൈസ് കൊടുക്കുക എന്നത് ഒരു എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. നിയമപരമായിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങള് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? ചില കേസസ് വരുമ്പോ അത് മെഡിക്കൽ ലീഗൽ കേസസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മള്? പഠിച്ചില്ലേ? അതെ, അതുപോലെയുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതൊരു ചലഞ്ചാണ്. അപ്പൊ അതെങ്ങനെയെങ്കിലും റിസോൾവ് ചെയ്യുക, അതെങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ ഒരു ചലഞ്ചായിട്ട് വരുന്നതാണ്. ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, ധാർമ്മികപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഘടനകള് എങ്ങനെയാണ്? എത്തിക്സ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ചില സിനിമകളിലൊക്കെ പറയാറുണ്ട് അല്ലെ, ഡോക്ടേഴ്സിനോട് എന്തെങ്കിലും എന്താണ് തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു പറയാറില്ലേ, ഞാൻ എന്റെ എത്തിക്സ് വിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയണേക്കാറില്ലേ?
അതുപോലെയുള്ള അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള ധാർമ്മികത, അതുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങള്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നാലും അതൊരു എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പബ്ലിക് റിലേഷൻ, പൊതുജന സമ്പർക്കം നിലനിർത്തുക, അല്ലെ? പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നത് ഒരു എക്സ്റ്റേണൽ ചലഞ്ച് ആണ്. നെക്സ്റ്റ് എന്താ? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്? രാഷ്ട്രീയ സ്വാധീനം, അല്ലെ? ഏതൊരു സ്ഥാപനവും നല്ല രീതിയിൽ നിലനിന്ന് പോകണമെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനം ആവശ്യമായിട്ടുണ്ട്, അല്ലെ? നല്ലൊരു രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തി കൊണ്ടുപോവുക എന്നതും ഒരു എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ വേഗം എക്സ്റ്റേണൽ ചലഞ്ച് വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ആണോ? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഏതാണ് കാര്യം ചോദിച്ചേ? ഇന്റേണൽ ലോൺ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ള സാമ്പത്തിക പരിമിതികൾ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ചലഞ്ചസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ ചലഞ്ചസ് ഒക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന വെല്ലുവിളികളാണ്, അല്ലെ? അതൊക്കെ എങ്ങനെ നമുക്ക് ടു മീറ്റ് ദ ചലഞ്ചസ്, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ് എന്നാ പറയുന്നത്. ഈ ചലഞ്ചസ് ഒക്കെ മീറ്റ് ചെയ്യാൻ, അതൊക്കെ എങ്ങനെ പരിഹരിക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന തന്ത്രങ്ങൾ, അല്ലെ? അപ്പൊ ഈ ചലഞ്ചുകൾ അല്ലെങ്കിൽ ഈ വെല്ലുവിളികള് പരിഹരിക്കാനുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് ഈ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? അതിനു വേണ്ടിയ സ്ട്രാറ്റജീസ് എന്തൊക്കെ വേണം? അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്നത്. ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു ഈ ഒരു ഭാഗം കൂടിയിട്ട് നോക്കി. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ ചലഞ്ചസിനെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും? ഫസ്റ്റ് വൺ ആണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. എന്താ? ഇപ്പൊ ഹോസ്പിറ്റലില് പല പല കാര്യങ്ങളും പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിലവിലുള്ള ടെക്നോളജീസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതാണ് സാങ്കേതികപരമായിട്ടുള്ള പല പല എക്യുപ്മെന്റ്സുകളാവാം, പല പല സിസ്റ്റംസ്, എന്താണ് പല രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഇവിടേക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ടെക്നിക്കൽ അഡ്വാൻസ്മെന്റുകൾ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ പവർ ഷെയറിംഗ്. എന്താണ് പവർ ഷെയറിംഗ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പവർ ക്രേസ് എന്ന് പറഞ്ഞില്ലേ? പവർ ക്രേസ് പഠിച്ചില്ലേ ഇന്റേണൽ ചലഞ്ചില്? അവിടെ എന്തായിരിക്കും പവർ ക്രേസ് എന്ന് പറഞ്ഞാൽ? എന്താ? അവിടെ അവരുടെ ജീവനക്കാർ തമ്മിൽ മിക്കൊരു സ്ഥാപനങ്ങളിലും ഉണ്ടാവും, അല്ലെ? അവിടുത്തെ ജീവനക്കാർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങള്, അതായത് ഞാൻ സീനിയർ ആണ്, നിങ്ങൾ സീനിയർ ആണ്, ഞാൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് ഇന്ന പൊസിഷൻ കിട്ടണം എന്ന രീതിയിൽ അവിടെ എന്താണ് ആ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം നടക്കാറില്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും നമ്മൾ അധികാരങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പവർ കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്? എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഒരു സൊല്യൂഷൻ എന്താണ്? എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ജോലിക്ക് പോയി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഒരു 2-3 പേര് സീനിയർ ആയിട്ടുള്ളവരെ, ശരി, സീനിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കും. പിന്നെ സീനിയർ ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നല്ല സ്കില്ല്, ശരിയാണ്, നല്ല സ്കില്ലുള്ളവരായിരിക്കണം. പിന്നെ
നല്ല എക്സ്പീരിയൻസ് വേണം. അതെ, നല്ല എക്സ്പീരിയൻസ് വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് ആക്ട് ആയിട്ടുള്ള ആ ഒരു പൊസിഷനും കൂടി നോക്കണം അല്ലെ. ആ പൊസിഷന് ഈ ആൾ അനുയോജ്യമാണോ അല്ലെ. എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തില് എത്തി ഓരോരുത്തർക്കും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ അനുയോജ്യമായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് അവർക്ക് എന്ത് ചെയ്യണം, അധികാരം കൈമാറണം. അതാണ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നാലോ ഉടനെ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ആ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യരായവരെ കണ്ടെത്തി അവർക്ക് ഇങ്ങനെയുള്ള പവർ അല്ലെങ്കിൽ അധികാരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കിട്ടിയല്ലോ. തേർഡ് വൺ ആണ് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കണം, അവാർഡുകൾ കൊടുക്കണം അല്ലെ. ഇപ്പൊ എന്തിനാണ് അവിടെ ഒരു അവാർഡ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊരു അവാർഡ് കിട്ടി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായി പഠിച്ച് നമുക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമുക്കൊരു അവാർഡ് കിട്ടണം. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു അവാർഡ് കിട്ടി. നമ്മൾ പിന്നെയും എന്ത് ചെയ്യും? അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും ഇല്ലേ? അതേ മെത്തേഡ് തന്നെ. അതായത് പിന്നെയും അടുത്ത വർഷവും അല്ലെങ്കിൽ അടുത്ത മാസവും നമ്മൾ ആ ഒരു ക്ലാസ് ഫസ്റ്റ് ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? അപ്പൊ അവിടെ ആ ഒരു മെച്ചപ്പെടുത്തൽ, അതായത് ആ ഒരു നിലവിലുള്ള ആ ഒരു അവരുടെ പ്രവർത്തനത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുന്നത്. ആൻഡ് പണിഷ്മെന്റ്. എന്തിനായിരിക്കും പണിഷ്മെന്റ് കൊടുക്കുന്നത്? തെറ്റുകൾ ചെയ്താൽ അവരുടെ ഭാഗത്തുനിന്ന്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന്, ആരുടെയൊക്കെ ഭാഗത്തുനിന്ന് പല പല തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോഴും പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ശിക്ഷ തരുന്നത് എന്തിനാ? റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, വെരി ഗുഡ്, റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അല്ലെ. ആ ഒരു തെറ്റ് അവർ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ പണിഷ്മെന്റുകൾ കൊടുക്കുക. നെക്സ്റ്റ് എന്താ? ഇൻക്രീസ് എഫിഷ്യൻസി. നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അതിലൂടെ നല്ല നല്ല സർവീസുകൾ, ക്വാളിറ്റിയുള്ള സർവീസുകൾ ജനങ്ങൾക്ക് കൊടുക്കാനും കഴിയണം. എന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. പേഷ്യൻസിന് കൊടുക്കുന്ന സേഫ്റ്റി, സുരക്ഷ, നല്ല രീതിയിലുള്ള പരിചരണം മുതലായ എല്ലാ കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുക. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. മോഡേൺ രീതിയിലുള്ള അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റലിലെ സേവനങ്ങള് നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചതല്ലേ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഓരോ സേവനങ്ങളും കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനും ഒരുപാട് ആളുകളെ അതിലൂടെ ആ ഹോസ്പിറ്റൽ സർവീസിലേക്ക് വരുത്താനും വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വങ്ങൾ നൽകുക, മോട്ടിവേഷൻസ്, പ്രചോദനങ്ങൾ നൽകുക. ആൻഡ് കരിയർ ഡെവലപ്മെന്റ്. അവരെ ഓരോ ജീവനക്കാരുടെയും കരിയർ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വികസിപ്പിക്കാൻ ആവശ്യമായ പ്രോഗ്രാമുകൾ നൽകുക. നെക്സ്റ്റ് എന്താ? റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാർക്ക് റീഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനഃക്രമീകരണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ ജോബിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അപ്പൊ അവരുടെ ആ ഒരു ജോലിയിൽ കുറച്ചും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ്ഡ് ആവുന്നു. കുറച്ചും കൂടി നോളജ് അവർക്ക് അതിൽ വർദ്ധിപ്പിക്കാനും അതിലൂടെ നല്ല നല്ല സർവീസുകൾ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. റീസ്ട്രക്ചറിങ്. അതായത് നിലവിൽ അവിടെ ഒരു ഘടന ഉണ്ടാവും അല്ലെ. ഇന്ന ആളുകള് ഇന്ന ആളുകൾ ഇന്ന ജോലികൾ ചെയ്യുന്നു. അപ്പൊ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട്. ഇത്ര ആളുകൾ ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കുന്നു, അതിന് കീഴിൽ ഇന്ന ആൾക്കാർ ഇന്ന ജോലികൾ ചെയ്യുന്നു, ഇത്ര പേര് ഇന്ന ജോലികൾ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഘടന രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യണം? റീസ്ട്രക്ചറിങ് ചെയ്യണം, പുനഃക്രമീകരണം നടത്തണം. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ പുനഃക്രമീകരണം ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോ നമുക്കറിയില്ല, ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും സ്കില്ലും അറിയുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ഓരോരുത്തരെയും ഓരോ പൊസിഷനിലേക്ക് ഇട്ട് ഓരോ ജോലികൾ നിർവഹിക്കാൻ ഏൽപ്പിച്ചു. ആ കൊടുത്തിരിക്കുന്ന ചിലപ്പോ ഓരോ വിഭാഗത്തിലുമുള്ളവർ എല്ലാവരും അതിൽ സ്കിൽ കാണുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ ചില മേഖലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ആളുകൾ നടത്തുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ആളുകളെ തമ്മിൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നതിൽ അവർക്ക് അധികം സ്കില്ലില്ലാതെ വരും, പക്ഷെ അവർക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ജോലി മേഖലയിൽ സ്കില്ലുള്ളതായിരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് മാറ്റി അതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അപ്പൊ അവിടുത്തെ സർവീസ് നല്ലതായില്ലേ, അവർക്ക് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു മേഖലയാണത്. അതുപോലെ
തന്നെ മറ്റാളുകളെ ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു റീസ്ട്രക്ചറിങ് ചെയ്യണം, പുനഃക്രമീകരണം, ആ ഒരു ഘടനയിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരുത്തണം. ചെയ്യണം. ജോബ് ഓറിയന്റേഷൻ, അതെ, റൊട്ടേഷൻ ചെയ്യുക. അങ്ങനെ ജോലി എന്ത് ചെയ്യുക, മാറ്റി മാറ്റി കൊടുത്ത് നല്ല നല്ല വ്യക്തികൾ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യരായവരെ ആയിരിക്കണം ഓരോരോ പൊസിഷനിലേക്കും ജോലിയിലേക്ക് നിർത്തേണ്ടത്. ലാസ്റ്റ് വരുന്നത് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ ജീവനക്കാർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ ജോലിയിൽ. അതെന്താണെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് അവർക്ക് യാതൊരു സംശയവും അവർക്ക് അതിൽ ഉണ്ടാവാൻ പാടില്ല. വൃത്തിയായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചലഞ്ചസ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചലഞ്ച് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? സ്ട്രാറ്റജീസ് ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓവർവ്യൂ ഓഫ് ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ. നാളെ നമുക്ക് ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യാം? ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യണ്ടേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മതിയോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓക്കെ. നാളെ വരുമ്പോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10-15 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ഹൗസ് കീപ്പിംഗ് സർവീസ്. നിങ്ങളുടെ കയ്യിൽ എത്രയും 26 ആണോ നമ്പർ? 26 ആണോ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ? 26. ഓക്കെ, നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നോക്കിയേ, ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഓർമ്മ വരാറുണ്ടോ? ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലീനിങ് സ്റ്റാഫുകൾ ഓർമ്മ വരും അല്ലെ? ഹോസ്പിറ്റലില് ക്ലീൻ ചെയ്യുന്ന അവർ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ക്ലീനിങ് ചെയ്യുക തന്നെയാണ്. ഹോസ്പിറ്റലിൽ എല്ലാ മേഖലയിലും വൃത്തിയാക്കിയിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. നോക്കിയേ, എന്താണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. നോക്കിയേ, എ പേഷ്യന്റ് കമ്മിങ് ഫോർ ദ time to a hospital when welcome a tidy environment as well as elegant feelings lessens half of his misery and increases his confidence in the hospital. ഇനി എന്താണ്? A patient coming for that time to a hospital. നമ്മൾ ഒരു പേഷ്യന്റ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ടൈഡി എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത് എന്തായിരിക്കും നമ്മുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക? നല്ല ഫീലിങ്സ് ആയിരിക്കും അല്ലെ? നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാകും അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഇവിടെയും പറയുന്നത്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ എപ്പോഴും നല്ല വൃത്തിയായിട്ടായിരിക്കും സൂക്ഷിക്കുക അല്ലെ? ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ അവരെ വെൽക്കം ചെയ്യുന്നത് ഒരു നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തോടു കൂടിയാണെങ്കിൽ ആസ് വെൽ ആസ് ആൻ എലഗന്റ് ഫീലിംഗ്, നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ വികാരം ഈ വരുന്ന പേഷ്യന്റിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ആൻഡ് ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി ആൻഡ് ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി എന്താ? അവരുടെ മിസറി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദുരിതമൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പകുതിയോളം കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എന്താ ഫസ്റ്റ് പറഞ്ഞത്? എ പേഷ്യന്റ് കമ്മിങ് ഫോർ ദ ടൈം ടു എ ഹോസ്പിറ്റൽ when welcomed a tidy environment. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ആ ഹോസ്പിറ്റൽ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ ഒരു ഹോസ്പിറ്റൽ അവരെ വെൽക്കം ചെയ്യുന്നതെങ്കിൽ, സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു പേഷ്യന്റിന്
പേഷ്യൻസിന് എന്താണ് ഒരു എലഗന്റ് ഫീലിംഗ്, ഒരു മനോഹരമായിട്ടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു വികാരം അതിലൂടെ ഉളവാക്കുകയും അതിലൂടെ എന്താണ് അവരുടെ ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു മിസറി അല്ലെങ്കിൽ ദുരിതമൊക്കെ ഒരു പകുതിയോളം കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഇത് സാധിക്കുന്നുണ്ട്. Then housekeeping services, otherwise called environmental services. ഇവിടെ housekeeping സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് environmental services എന്ന്. And are very important in providing a safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. ഇനി ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുകള് എന്തിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഹോസ്പിറ്റല് ഈസ് പ്രൊവൈഡിങ് എ സേഫ്, വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും പ്ലസന്റ്, വളരെ മനോഹരവും ആൻഡ് ഓർഡർലി, വളരെ ചിട്ടയായിട്ടുള്ളൊരു ഫങ്ഷണൽ എൻവയോൺമെന്റ്, ഒരു പ്രവർത്തന അന്തരീക്ഷം ഫോർ ബോത്ത് ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിനും നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആർക്കും നൽകുന്നുണ്ട്? ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ജീവനക്കാർ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും വരുന്ന പേഷ്യൻസിനും നല്ല സേഫ് ആയിട്ടുള്ള വൃത്തിയുള്ള മനോഹരമായ ചിട്ടയായ ഒരു പ്രവർത്തന അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ. Then next നോക്കി, the three important housekeeping of the following. ഇനി ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ, അതായത് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ജോലികളാണ് ഈ താഴെ പറയുന്ന 3. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ. അത് കഴിഞ്ഞ് വേറെ ഉണ്ട്, എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടാസ്ക് അല്ലെങ്കിൽ ജോലികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അത് നോട്ട് ചെയ്യണം കേട്ടോ. 3 എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ്. ക്യാനിങ് എന്ന് പറഞ്ഞൊരു വേർഡ് വേണ്ട കേട്ടോ അവിടെ. Okay, to clean and sanitizing high-touch surfaces in patient rooms and rest rooms. എന്താണ്? പേഷ്യന്റ് റൂമുകള് അല്ലെ, രോഗികളുടെ മുറികള്, ആൻഡ് റെസ്റ്റ് റൂംസ്, വിശ്രമ മുറികള് മുതലായ ഇടങ്ങളില് ഏറ്റവും കൂടുതൽ ഹൈ ടച്ച് സർഫസ്, ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുന്ന പ്രതലങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ഏറ്റവും ഉയർന്ന സ്പർശന പ്രതലങ്ങൾ എന്നും പറയും അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. രണ്ടാമതായി പറയുന്നത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് എന്നാണ്, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. എന്ത് ചെയ്യണം? എംപ്റ്റി പേപ്പർ ടവലുകൾ. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ എല്ലാ സാധാരണ ഹോസ്പിറ്റലൊന്നും നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത് കേട്ടോ. അവിടെ ഒന്നും സോപ്പ് കണ്ടെയ്നറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. അതേസമയം ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറില്ലേ? പേപ്പർ ടവലുകൾ തരാറുണ്ട്, സോപ്പ് കണ്ടെയ്നറുകൾ ഉണ്ടാവും, അതുപോലെ ഓഫീസിലെ മറ്റു സാധനങ്ങള് മുതലായ കാര്യങ്ങളൊക്കെ എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ, തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ഫില്ലപ്പ് ചെയ്ത് വെക്കണം, നിറച്ച് വെക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ? ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി എന്നാണ്. പ്രോപ്പർലി എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ക്ലീനിങ് സ്റ്റാഫുകളല്ലേ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നേ? റൂമിലെ ആണെങ്കിലും പുറത്ത് ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ വേസ്റ്റ് ബാസ്ക്കറ്റുകളും ഒക്കെ എടുത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് വെക്കുന്നവരല്ലേ? അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിലെ വേസ്റ്റ് ഒക്കെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യലും നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ടാസ്ക് ആണ്. 3 ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ആ ഒരു റെസ്റ്റ് റൂംസ്, വിശ്രമ മുറികളാവാം, പിന്നെ പേഷ്യൻസിന്റെ റൂമുകളാവാം, ഇവിടെ എല്ലാം ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന സർഫസുകൾ എവിടെയൊക്കെയാണോ ആ പ്രതലങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞാ പേപ്പർ ടവലുകളാവാം, സോപ്പ് കണ്ടെയ്നറുകൾ, ഓഫീസിലെ മറ്റു സാധനങ്ങൾ മുതലായവ ഒഴിഞ്ഞു പോയ അല്ലെങ്കിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക, നിറച്ചു വെക്കുക. മൂന്നാമതായി പറഞ്ഞാ ഹോസ്പിറ്റലിലെ വേസ്റ്റ് ഒക്കെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ക്ലിയർ അല്ലേ? 3 ഇമ്പോർട്ടന്റ് ടാസ്കുകള്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഈ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്?
ഫസ്റ്റ് വൺ ആണ് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, വളരെ ശുചിത്വമുള്ളൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. എന്താണ് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്? വളരെ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം എല്ലായിടത്തും പ്രദാനം ചെയ്യുക. രണ്ടാമതായിട്ട് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. എന്നാൽ എന്തായിരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എല്ലായിടവും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, അല്ലെ? അങ്ങനെ കമ്മ്യൂണിറ്റി പ്രതീക്ഷിക്കുക. ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിൽ നിന്നും ഒരു കമ്മ്യൂണിറ്റി എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് എന്ത് ചെയ്യുക? നിറവേറ്റുക. ദെൻ മൂന്നാമതായി പറയുന്നത് ടു മെയിൻറ്റെയിൻ ആണ് കേട്ടോ. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉയർന്ന റെപ്യൂട്ടേഷൻ, ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. അപ്പൊ അവിടെ നല്ല രീതിയിൽ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഇവിടേക്ക് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷമൊന്നും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കില്ലേ? അല്ലെ? ആ ഒരു പ്രശസ്തി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഹൈ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉയർന്ന പ്രശസ്തി ഹോസ്പിറ്റലിൽ നിലനിർത്തേണ്ടത് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രാധാന്യമാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകള് എന്ത് ചെയ്യണം? നിയന്ത്രിക്കുക. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, വളരെ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ എന്താണോ അത് നിറവേറ്റി നൽകുക. മൂന്നാമതായി പറഞ്ഞത് ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി, ഉയർന്ന പ്രശസ്തി എന്ത് ചെയ്യണം? നിലനിർത്തുക. നാലാമതായി പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകള് നിയന്ത്രിക്കുക. കിട്ടിയോ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇനി എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്? നോക്കിയേ. ഫസ്റ്റ് വൺ common sanitation, cleanliness and comfortable environment. Environment എന്നാണ് ഇവിടെ common sanitation എന്ന് പറയുന്നത് എന്താ? പൊതു ശുചിത്വം നിലനിർത്തുക, അല്ലെ? ആൻഡ് ക്ലീൻനെസ്, വൃത്തിയുള്ളതും കംഫർട്ടബിൾ, വളരെ സുഖകരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമതായിട്ട് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ അവിടെ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഇനി എന്താ? ഒരു പൊളൈറ്റ്, ഒരു മര്യാദ രീതിയിൽ, ഒരു മാന്യമായ അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ആൻഡ് ഫ്രണ്ട്ലി, വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് എന്താ? ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹെർട്ടി റിലേഷൻസ്. ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയില് എന്ത് ചെയ്യണം? നല്ലൊരു ഹൃദ്യമായ റിലേഷണൽ ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? സഹായിക്കുക. എൻഷുവറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. അവിടെയുള്ള സ്റ്റാഫുകളോട്, അതുപോലെ പേഷ്യൻസിന്, അവരുടെ റിലേറ്റീവ്സ് മുതലായ എല്ലാവരുടെയും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. എന്ത് ചെയ്യണം? സാനിറ്ററി എക്യുപ്മെന്റ്സ്, ശുചിത്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരുപാട് എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ ക്ലീനിങ് ഏജൻസ്, ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? അങ്ങനെയുള്ള സാനിറ്ററി എക്യുപ്മെന്റ്സുകളാവാം, ക്ലീനിങ് ഏജൻസ് മുതലായവയൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നിലനിർത്തുക. അതാണ് റീസ്റ്റനിങ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ലാസ്റ്റ് വരുന്നത് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യുകയും വേണം. ഇപ്പൊ നോക്കിയ ഒബ്ജക്റ്റീവ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു പൊതു ശുചിത്വം നിലനിർത്തണം, അതുപോലെ വൃത്തിയുള്ളതും സുഖകരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യണം. ദെൻ എന്താണ്? ഒരു പൊളൈറ്റ്, മര്യാദപരമായിട്ടുള്ള, അതുപോലെ ഒരു റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള ആൻഡ് ഫ്രണ്ട്ലി, നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. ദെൻ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നല്ലൊരു ഹേർട്ടി റിലേഷൻഷിപ്പ്, നല്ലൊരു ഹൃദ്യമായ ബന്ധം നിലനിർത്താൻ സഹായിക്കുക. ദെൻ എൻഷുവറിംഗ് ഗുഡ് സേഫ്റ്റി, അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക്, പേഷ്യൻസിന്, റിലേറ്റീവ്സിന്റെ ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ദെൻ എന്താണ്? സാനിറ്ററി എക്യുപ്മെന്റ്സുകള്, അതുപോലെ ക്ലീനിങ് ഏജൻസ് മുതലായവയുടെ ഗുണനിലവാരം നിലനിർത്തുക. ദെൻ ലാസ്റ്റ് പറഞ്ഞില്ല പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായി റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും ഫീഡ്ബാക്കുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്.
ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ലൊക്കേഷൻ. എന്താണ് ലൊക്കേഷൻ നോക്കിയേ? ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ ക്ലീൻ ചെയ്യുള്ളൂ? അല്ല, ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയയിലും അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വരുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, അവിടെ ലൊക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. നമ്മുടെ ഇവിടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോൺ പ്രൈം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം പ്രാധാന്യമില്ലാത്ത ഏരിയ ആണ് ഒരു നോൺ പ്രൈം ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പ്രാധാന്യമില്ലാത്ത ഏരിയ, അധികം പ്രാധാന്യമില്ലാത്ത ഏരിയ. നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ എപ്പോഴും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ കാണാറുണ്ടോ നിങ്ങള്? കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ടാവോ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ എപ്പോഴും കയറി ചെല്ലുന്ന സ്ഥലങ്ങളില് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന ഏരിയകളിൽ ഒന്നും ഒരിക്കലും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വെക്കാറില്ല. അധികം പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധയൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഇടങ്ങളിലായിരിക്കും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരുന്നത്. അത് മാത്രമേ നമുക്ക് ഇവിടെ പറയുന്നത്. പർട്ടിക്കുലർ ഇന്ന ലൊക്കേഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വേണമെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ വേണമെന്നോ അവരൊന്നും പറയുന്നില്ല. അധികം ശ്രദ്ധയില്ലാത്തൊരിടത്തായിരിക്കും, അധികം പ്രാധാന്യമില്ലാത്തൊരിടത്തായിരിക്കണം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ പറയുന്നത് എന്ന് മാത്രമാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ നെക്സ്റ്റ്. It should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping materials and equipment. ഇനി എന്താണ്? It should be as far as possible. ഇനി എവിടെ ആയിരിക്കണം എന്നാ പറയുന്നേ? ഇത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് മതി എന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും എവിടെയായിരിക്കണം? എപ്പോഴും നല്ല ഈസി ആയിട്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ്, സാധനങ്ങള്, ഉപകരണങ്ങളൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എളുപ്പത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിൽ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അല്ലെങ്കിൽ ലംബമായിട്ട് അല്ലെങ്കിൽ നേരെ നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ സെൻട്രലി അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ടായിരിക്കണം ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. എന്താണ്? അത് പോസിബിൾ ആണെങ്കിൽ, സാധ്യമാണെങ്കിൽ അങ്ങനെയാണ് വരേണ്ടത് എന്നാ പറയുന്നത്. എന്തായിരിക്കും? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ 2 ഫ്ലോർ ഉള്ളൂ എങ്കിൽ ആ 2 ഫ്ലോറിലേക്കും ഒരുപോലെ, ഇപ്പൊ ഒരു ഫ്ലോറിൽ നമ്മൾ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബാത്റൂം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ സാധനങ്ങളും ഒരുപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മധ്യഭാഗം അല്ലെങ്കിൽ സെന്റർ നോക്കിയായിരിക്കണം ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പൊസിഷൻ വെക്കേണ്ടത്. ക്ലിയർ ആണോ ലൊക്കേഷൻ? ഒരു നോൺ പ്രൈം ഏരിയ എന്നാണ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു നോൺ പ്രൈം ഏരിയ അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലായിരിക്കും എന്നായിരിക്കും, അതായിരിക്കും ഓപ്ഷൻസിൽ ഉണ്ടാവാൻ കൂടുതൽ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഓർഗനോഗ്രാം ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഓർഗനോഗ്രാം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഓർഗനോഗ്രാം ആണ്. നോക്കിയേ ഓർഗനോഗ്രാം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഫസ്റ്റ് വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. അവരായിരിക്കും ഏറ്റവും ഹെഡ് ആയിട്ട് വരുന്ന ആള് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഗനോഗ്രാമിൽ 3 ലെവൽസ് ഓഫ് ഓർഗനോഗ്രാം ആണുള്ളത്. ഫസ്റ്റ് ലെവൽ വരുന്ന ആരാ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഇനി അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിയേ. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തികളാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. Then he or she should be able to form, control and develop housekeeping services in the hospital. ഇനി ഇവരെന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തുക, നിയന്ത്രിക്കുക, ഡെവലപ്പ് ചെയ്ത് വികസിപ്പിക്കുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ആരാണ്
അതിന് കഴിവുള്ളവരായിട്ട് വേണ്ടത്? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. നമ്മൾ പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തന്നെയാണ്. അവരാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യേണ്ട, നയിക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്താണ്? ഷുഡ് ബി ഏബിൾ ടു ഫോം. അവർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തണം, വികസിപ്പിക്കണം, അത് നിയന്ത്രിക്കണം. ഇതിനെല്ലാം കഴിവുള്ളവരായിരിക്കണം ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. രണ്ടാമതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. രണ്ടാമത്തെ ലെവലാണ് അല്ലെ. നോക്കി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസറും. ഇവരെന്താണ് ചെയ്യേണ്ടത്? നോക്കി, ട്രെയിൻഡ് ആൻഡ് acquainted with the housekeeping procedures and able to manage the housekeeping staff. ഇനി എന്താ ചെയ്യുന്നേ? ഇവര് ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, ഹോസ്പിറ്റലിലെ ഹൗസ്കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട പ്രവർത്തന നടപടികള് അതെങ്ങനെ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാം, അതെങ്ങനെയാണ് ഓരോരുത്തരെയും കൊണ്ടും ചെയ്യിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനം നേടിയവരായിരിക്കണം. ആൻഡ് അക്വൈൻറ്റഡ് എന്ന് പറയുന്നത് അതിൽ പരിചയമുള്ളവരും ആയിരിക്കണം. and able to manage the housekeeping staff. ഇനി എന്ത് ചെയ്യണം? അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് കൂടി ഈ പറയുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ആവശ്യമാണ്. എന്താ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആണ് ഫ്ലോർ സൂപ്പർവൈസറിന്റെ കാര്യം നമ്മൾ എന്താ പറയുന്നത്? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അതിൽ എങ്ങനെയൊക്കെയാണ് ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശീലനങ്ങൾ നേടിയവരും പരിചയമുള്ളവരുമായിരിക്കണം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസറും. And able to manage the housekeeping staff. അവരുടെ കീഴിൽ വരുന്ന ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. Then third one ആണ് ഹൗസ്കീപ്പിംഗ് എംപ്ലോയീസ്. നോക്കി, ഹൗസ്കീപ്പിംഗ് എംപ്ലോയീസ് ഇവരെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അല്ലെ? ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോ കാണാറില്ലേ? ക്ലീനിങ്ങിന് നടക്കുന്ന ആളുകളെ കാണാറുണ്ട്. നോക്കി, ഹൗസ്കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണോ അവര്? ആണോ ഹൗസ് കീപ്പിംഗ് നടക്കുന്ന? അല്ല അല്ലെ? അധികം ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള, അധികം വൈദഗ്ധ്യമുള്ളവർ അല്ലെങ്കിൽ അധികം പ്രത്യേക മേഖലയിൽ നല്ല സ്കില്ലുള്ള ആളുകളൊന്നും അല്ല. അവരധികം ഇൻഎക്സ്പേർട്ടുകൾ, അധികം പരിശീലനം ലഭിച്ചവരോ അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഉള്ള അനുഭവസ്ഥരോ ഒന്നും ആയിരിക്കില്ല. ഒരു സാധാരണ ആളുകളാണ് അല്ലെ? അവർക്ക് അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ്? കുറഞ്ഞ ശമ്പളവുമായിരിക്കും അല്ലെ? അവർക്ക് ഒരുപാട് ശമ്പളം കൊടുക്കാറുണ്ടോ? ഏറ്റവും താഴെത്തട്ടിലാണ് അവർ കൺസിഡർ ചെയ്യാറ് അല്ലെ? അതിനനുസരിച്ചുള്ള സാലറിയെ മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ആൻഡ് മസ്റ്റ് ബി ഫെൽറ്റ് ഫെമിലിയർ with to the housekeeping procedures by training and education. പക്ഷെ അവർ ചെയ്യുന്ന ജോലി എങ്ങനെയാണ്? അവരതിൽ വളരെ ഫെമിലിയർ ആണ് അല്ലെ? അവർ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ക്ലീൻ ചെയ്ത് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പോവാറില്ലേ? അത് അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ്ഡ് ആയത്? ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ്, അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് വെൽ ഫെമിലിയർ അല്ലെങ്കിൽ നല്ല പരിചയമുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓർഗാനോഗ്രാം വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അക്വൈന്റഡ് എന്ന് പറഞ്ഞാൽ പരിചയം ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങളാണ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുമ്പോ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറെ ഫെസിലിറ്റീസ് വേണ്ടി വരും ഇല്ലേ? കുറെ സ്പേസ് അല്ലെങ്കിൽ സ്ഥല പരിമിതികൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്നതാണ് നോക്കാൻ പോകുന്നത്. The following facilities
ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് ആർ നീഡഡ് ഫോർ ഹൗസ്കീപ്പിംഗ്. ഹൗസ്കീപ്പിംഗിന് വേണ്ടി ആവശ്യമായി വരുന്ന സൗകര്യങ്ങളും സ്ഥലങ്ങളും എന്തൊക്കെയാണ്? നോക്കിയേ, ഫസ്റ്റ് വൺ, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ ആള്, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ, അല്ലെ? അവിടുത്തെ കണക്ക് കാര്യങ്ങള്, അതുപോലെ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടാവും, അത് സ്റ്റോക്ക് എടുത്തു വെക്കാനുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ, ഒരുപാട് എന്താണ് റെക്കോർഡ് പരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ക്ലറിക്കൽ പരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട് വേണം. മൂന്നാമതായി പറയുന്നത് ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. ഇനി ആർക്കാണ് ഓഫീസ് വേണ്ടത്? അവിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും അവിടെ എന്ത് വേണം? സെപ്പറേറ്റ് ഓഫീസുകൾ വേണം. ഇപ്പൊ മൂന്ന് കൂട്ടർക്കും അവിടെ ഓഫീസ് വേണം, അല്ലെ? ആർക്കൊക്കെ വേണം? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന്റെ ഓഫീസ് വേണം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ ഓഫീസ് വേണം, ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് വേണം. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദെയർ കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ വേർ ദ പേഴ്സണൽ അണ്ടർ ദം വർക്ക്. ഇനി ഒരു സൂപ്പർവൈസർ, ഫ്ലോർ സൂപ്പർവൈസർ എപ്പോഴും ജോലി ചെയ്യണത് എവിടെയാണ്? സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവര് മേൽനോട്ടം വഹിക്കുകയാണ്, അല്ലെ? അപ്പൊ അവര് ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വരേണ്ടത് എവിടെയാണ്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എവിടെയാ? അവര് മേൽനോട്ടം വഹിക്കുന്ന ഏരിയ എവിടെയാണോ, അല്ലെ? അവരുടെ കീഴില് വർക്ക് ചെയ്യുന്ന ജീവനക്കാര് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കണം ഇവരുടെ ഓഫീസ് വരേണ്ടത്, അല്ലെ? എന്നാലല്ലേ അവർക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. അവിടെ എപ്പോഴും എന്തായിരിക്കണം? ഒരു ഫ്ലോർ സൂപ്പർവൈസറെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് വിത്ത് കൺസേൺഡ് ഏരിയ ഓഫ് വർക്ക്, അല്ലെങ്കിൽ അവർ സൂപ്പർവൈസ് ചെയ്യുന്ന ഏരിയ ഏതാണോ, അല്ലെങ്കിൽ ആരാ അവിടെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണൽസ് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയായിരിക്കണം ആ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് വരേണ്ടത് എന്നതാണ് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗിന് വേണ്ടിയ ഉപകരണങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റൂം ആവശ്യമാണ്. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സപ്ലൈസ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ വേണം. ലാസ്റ്റ് പറയുന്നത് ഹൗസ് കീപ്പിംഗ് janitors closets on all floors throughout the hospital equipped with floor sinks and space and shelves for housekeeping equipment, carts, buckets and supplies. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? നിങ്ങൾ ക്ലോസറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിടെയുള്ള ക്ലോസറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കാം? ടോയ്ലറ്റ്സ് ഒക്കെ ആണെന്നല്ലേ നമ്മൾ വിചാരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഷെൽഫ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക, അല്ലെ? ഇവിടെ പ്രത്യേകം അവരെടുത്ത് പറയുന്നുണ്ട് ജാനിറ്റേഴ്സ് ക്ലോസറ്റ്. എന്താണ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ്? എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് കിട്ടിയാലേ നമുക്ക് ആ ഒരു സെന്റൻസ് മനസ്സിലാവും. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതാണ് സ്പെഷ്യലി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്, ഓൾറെഡി പ്രാക്ടിക്കലി പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുമ്പോ? എന്നാലോചിച്ചൊക്കെ എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? മനസ്സിലായില്ല. പബ്ലിക്കോ? പബ്ലിക് അല്ല, ഇതൊരു സ്റ്റോറേജ് റൂമാണ്. അതെ, എല്ലാ സാധനങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൗസ് കീപ്പിംഗ് റൂമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ഒന്നും അല്ല അവിടെ വന്നിരിക്കുന്നത്. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ഒരു സെന്റൻസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരിക്കലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കരുത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ബ്രാക്കറ്റിൽ ഓൾറെഡി പറയുന്നുണ്ട്. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വിളിക്കുന്ന പേര് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് റൂം എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ അതിവിടെ എന്തായിരിക്കും? അവിടെ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഏരിയ ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന സാധനങ്ങൾ വെക്കാം, എക്വിപ്മെന്റുകൾ വെക്കാം, അല്ലെ? അതൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ആ പറയുന്ന ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് റൂമില് അല്ലെങ്കിൽ ആ ഒരു ഹൗസ് കീപ്പിംഗ് റൂമില് അല്ലെങ്കിൽ ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന്
ഏരിയയിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഹോസ്പിറ്റൽ എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്സ്. ഇതിനോട് കൂടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് ഫ്ലോർ സിങ്കുകൾ വേണം. ഇപ്പൊ വെള്ളമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് കളയുന്ന വെള്ളമൊക്കെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലോറില് സിങ്കുകൾ വേണം. നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഉള്ള പോലെ ഇതൊക്കെ. Then space and shelves for housekeeping equipment. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാനും എടുത്തു വെക്കാനും ആവശ്യമായ ഷെൽഫുകളും സ്പേസും ഒക്കെ ഉണ്ടായിരിക്കണം. കാർട്ട് എന്ന് പറയുന്നത് എന്താ? കാർട്സ് എന്ന് പറയുന്നത് എന്താണ്? വണ്ടികള്, ചെറിയ ചെറിയ വണ്ടികള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗസ് കീപ്പിങ്ങിന് വരുന്ന ആളുകള് ബക്കറ്റൊക്കെ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അവരിങ്ങനെ ഒരു ട്രോളി പോലത്തെ ഒരു വണ്ടിയിലല്ലേ ഇതൊക്കെ വെച്ചുകൊണ്ട് വരുന്നേ, അല്ലെ? അതിനെയാണ് കാർട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിൽ അവർക്ക് ലിക്വിഡ് ആണെങ്കിലും ആ വെള്ളമാണെങ്കിലും ഒക്കെ ബക്കറ്റൊക്കെ ആണെങ്കിലും അതിലെടുത്ത് വെക്കും. ബക്കറ്റ്സ്, അതുപോലെ സപ്ലൈസ്, മറ്റു സാധനങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു റൂമാണ് ഈ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റൂൾ അതെവിടെ എന്ത് ചെയ്യണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സെന്റൻസ് നോക്കി നിങ്ങൾ. ക്ലോസറ്റ് ഓൺ ഓൾ ഫ്ലോർസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ നിലകളിലേക്കും ഇങ്ങനെയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയായിരിക്കും? എല്ലാ നിലകളിലേക്കും അല്ലെങ്കിൽ എല്ലാ ഫ്ലോറിലും അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനായിരിക്കും? അതിന്റെ കാരണം നമുക്കറിയാൻ പറ്റുമല്ലോ. ആലോചിച്ച് നോക്കി കിട്ടുന്ന കാര്യമാണ്. എന്തിനു വേണ്ടിയായിരിക്കും? എല്ലാ നിലകളിലേക്കും ഇങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് റൂമുകൾ അല്ലെങ്കിൽ ജാനിറ്റേഴ്സ് ക്ലോസറ്റുകൾ എല്ലാ റൂമിലേക്കും ഓരോ ഫ്ലോർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് നടത്താൻ വേണ്ടി. വെരി ഗുഡ്. ഓരോ ഫ്ലോർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവിടുത്തെ ഡെയിലി ദിനചര്യ അല്ലെങ്കിൽ ഒരു ദിവസേന അവിടെ ഒരുപാട് ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടേക്ക് പെട്ടെന്ന് സാധനങ്ങള് നമുക്ക് എത്തിക്കാനും വൃത്തിയായിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും ഒരുപാട് ദൂരേക്കാണ് നമുക്ക് പോയി അത് എടുത്ത് വന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓരോ നിലകളിലും ആ ഒരു ഫ്ലോറിലെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫ്ലോറിലെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങള് ഈ ഒരു ക്ലോസറ്റിലെ ആ ഒരു റൂമിൽ നിന്ന് പെട്ടെന്ന് ഡെലിവർ ചെയ്ത് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആ ഒരു ഓരോ ഫ്ലോറിലും വേണമെന്ന് പറയുന്നത്. As part of daily routines, okay, supplies for daily use on the floors and department should be delivered to their closets directly. എന്താ പറയുന്നത്? As part of daily routine, അവരുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദിവസേന ഈ പറയുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ ദിവസേന നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഉപകരണങ്ങളാണെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ? ഇപ്പൊ ഫ്ലോർ ക്ലീൻ ചെയ്യാനും ഡിപ്പാർട്ട്മെന്റുകൾ ഓരോന്നും ക്ലീൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസേന ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ആ ക്ലോസറ്റ്സ് അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് പെട്ടെന്ന് നേരിട്ട് പെട്ടെന്ന് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓരോ നിലകളിലും ഇങ്ങനെയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ എന്താ നമ്മൾ ആദ്യം പറഞ്ഞത്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് വേണം. ക്ലറിക്കൽ വർക്കുകൾക്ക് വേണ്ടി ഒരു ഏരിയ കൊടുത്തിരിക്കണം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. എന്താണ്? ഫ്ലോർ സൂപ്പർവൈസേഴ്സിന് ഒരു ഓഫീസ് വേണം. അതെപ്പോഴും എവിടെയായിരിക്കണം? ഫ്ലോർ സൂപ്പർവൈസറിന്റെ അവര് സൂപ്പർവൈസ് ചെയ്യുന്ന ഏരിയ എവിടെയാണോ അല്ലെങ്കിൽ അവര് സൂപ്പർവൈസ് ചെയ്യുന്ന ജീവനക്കാരെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്റ്റോറേജ് റൂം വേണം. ഹൗസ് കീപ്പിംഗ് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ വേണം. എല്ലാ ഫ്ലോറുകളിലേക്കും ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ഹൗസ് കീപ്പിംഗ് റൂമുകൾ അല്ലെങ്കിൽ ജാനിറ്റേഴ്സ് ക്ലോസറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ുമുള്ള ആവശ്യമായ സാധനങ്ങൾ ഇതിൽ നിന്ന് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവർ ചെയ്ത് വിതരണം ചെയ്ത് ലഭിക്കുകയും ചെയ്യുന്നു. കിട്ടിയോ? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ,
ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കി? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്, അല്ലെ? പല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പല ജോലികൾ എടുക്കാനായിട്ട് ഉത്തരവാദപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ജോലികൾ, പല വിവിധ ജോലികൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും. അതില് ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഫങ്ഷൻസ്. ഈ താഴെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് അവരുടെ കേട്ടോ. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീടുകളിൽ നമ്മൾ ക്ലീൻ ചെയ്യാറില്ലേ? വീട് ക്ലീൻ ചെയ്യാറില്ലേ? അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും വീട് മൊത്തത്തിൽ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. നമ്മുടെ വീടുകളിൽ ചെയ്യോ? ഇല്ല. നമ്മൾ ദിവസേന കുറെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യും അല്ലേ? ഡെയിലി നമ്മൾ കുറച്ച് ഏരിയാസ് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്തു വെക്കും. എന്നാൽ ചില ഏരിയാസ് അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ എങ്ങനെയാ അതെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏരിയക്ക് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും. അതേസമയം ചില സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ചില ഏരിയാസ് നമ്മൾ എപ്പോഴാണ് ക്ലീൻ ചെയ്യാറ്? ചില ആളുകള് ഒരു വീക്ക്ലി ആയിരിക്കാം അല്ലെ? ചില ആളുകൾ ചിലപ്പോ ഒരു മന്ത്ലി വൈസ് ആയിരിക്കും. ചിലപ്പോ ആളുകൾ ഒരു മാസത്തിൽ രണ്ടോ പ്രാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്യും അല്ലെ? അതെ, സൺഡേ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ദിവസങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഈ പറയുന്ന ക്ലീനിങ്ങുകൾ നടത്താറ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ക്ലീനിങ് നടത്തുന്ന ഏരിയാസ് ഉണ്ട്, പീരിയോഡിക് ക്ലീനിങ് അല്ലെ? ആനുകാലികമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഏരിയാസും ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലും ഇതുപോലെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പീരിയോഡിക് ക്ലീനിങ് ആനുകാലികമായിട്ട് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ട് നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ ഏതാണ്? ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ്. എന്തൊക്കെയാ? That is consist of sweeping and mopping floors. ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും അവർ എന്ത് ചെയ്യും? ഫ്ലോറ് തൂത്തുവാരി അടിച്ചുവാരി എന്ത് ചെയ്യും? തുടച്ചിടാറില്ലേ? തുടച്ച് വൃത്തിയാക്കിയിടാറില്ലേ? എല്ലാ ദിവസവും അവർ ചെയ്യുന്ന കാര്യമാണത്. ഫ്ലോറ് കൃത്യമായിട്ട് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി തുടച്ച് നല്ല നീറ്റ് ആയിട്ട് എടുക്കാന്നുള്ളത്. ഡസ്റ്റിംഗ് ഫർണിച്ചർ. എന്ത് ചെയ്യണ? ഫർണിച്ചറുകളൊക്കെ പൊടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ലേ? നമ്മള് കാണുന്ന ഭാഗത്തൊക്കെ പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ അടിച്ചു വാരുന്നത് അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? ഫർണിച്ചറുകളില് കാണുന്ന ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ആൻഡ് ക്ലീനിങ് ഫിക്സ്ചർ വാൾസ് എന്ന് പറയുന്ന ചില ഹോസ്പിറ്റലിലെ ചില ഏരിയാസ് ഇങ്ങനെ ഫിക്സ്ഡ് വാൾസ് അല്ലെങ്കിൽ ഭിത്തികൾ ഉപയോഗിച്ച് സ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് തിരിച്ചിട്ടുണ്ടാവില്ലേ? ഹോസ്പിറ്റലില് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഗ്ലാസ് ഇട്ട് തിരിച്ച ഭാഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചൊക്കെ ആണെങ്കിലും ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള വാൾസ് അല്ലെങ്കിൽ ഭിത്തികളൊക്കെ നമുക്ക് എപ്പോഴും കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയാസ് ആണ് അല്ലെ? ചിലപ്പോ കൈപ്പാടുകളോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഹാൻഡ് പിടിച്ച് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ് കണ്ടാമിനേഷൻ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള എപ്പോഴും ടച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള ഫിക്സഡ് വാൾസ് ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ദെൻ സീലിങ്ങുകൾ, നമുക്ക് എത്താൻ പറ്റുന്ന സീലിങ്ങിന്റെ ഭാഗമൊക്കെ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും അല്ലെ? ഭയങ്കര ഉയരത്തിലുള്ള സീലിംഗ് ഹൈ ഏരിയയിലൊന്നും അല്ല, എന്നാലും നമുക്ക് എത്തുന്ന ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സീലിങ്ങുകളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. ദെൻ വിൻഡോസ് ആൻഡ് ബാത്റൂംസ്. വിൻഡോസ് ഒക്കെ നമ്മൾ പൊടിയൊക്കെ അടിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കാറില്ലേ? കഴുകി തുടച്ചിടാന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. വൃത്തിയാക്കി വെക്കാറില്ല നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ലേ? നമ്മൾ അടിച്ചു വരുന്ന കൂട്ടത്തിൽ അതും അങ്ങനെ ചെയ്തു പോകുന്നു അല്ലെ? ആൻഡ് ബാത്റൂംസ്, ഡെയിലി ബാത്റൂമുകൾ ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലീൻ ചെയ്യും അല്ലെ? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വരുന്നതിനോടൊപ്പം അവർ ചെയ്യുന്ന കാര്യമാണ് ബാത്റൂം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ആൻഡ് എംപ്റ്റി ട്രാഷ്. എന്താണ് ട്രാഷ് ക്യാൻസ് എന്ന് പറഞ്ഞാല്? ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കണ്ടെയ്നറുകൾ വെച്ചിട്ടുണ്ടാവില്ലേ? വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ദിവസേന എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെക്കാറില്ലേ? ഇല്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡീഫ്രോസ്റ്റിംഗ്, റെഫ്രിജറേറ്ററിംഗ്, നഴ്സിംഗ് സ്റ്റേഷൻസ്. നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മുടെ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാ? മെഡിസിൻസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മുടെ മരുന്നുകൾ സൂക്ഷിക്കാനല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരല്ലേ നമ്മൾ ഒട്ടുമിക്കവരും. അപ്പൊ ഫ്രിഡ്ജിൽ എങ്ങനെയാണ്? ഐസ് കട്ട പിടിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ ക്ലീൻ ചെയ്യാറ്? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുള്ളൂ അല്ലെ?
കൂടുതൽ കട്ട പിടിക്കുന്ന സമയത്താണ് നമ്മൾ അത് കളയാറ്. അതേസമയം ഹോസ്പിറ്റലിൽ അത് പറ്റില്ല. എന്ത് ചെയ്യണം? ഡെയിലി, കാരണം അതിൽ മരുന്നുകൾ മെഡിസിൻസ് വെക്കുന്നതാണ്, ആവശ്യം വരുമ്പോൾ എടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? റെഫ്രിജറേറ്റേഴ്സ് ഡീഫ്രോസ്റ്റിംഗ് ചെയ്യണം, ഐസ് അതിൽ നിന്ന് മാറ്റണം കേട്ടോ. ഐസ് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. കിട്ടിയോ? ഡെയിലി ക്ലീനിങ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ ആണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആനുകാലികമായിട്ടുള്ള ക്ലീനിങ്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ലീവായിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യം ഒക്കെ ചെയ്യുന്ന രീതി. നോക്കി, ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്. നമ്മുടെ വിൻഡോസ്, ജനാലകളൊക്കെ കഴുകുന്നത് എപ്പോഴാ? നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ അല്ലെ? ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ ചെയ്യാറുണ്ട്, ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറില്ലല്ലോ അല്ലെ? അതുപോലെ ഹോസ്പിറ്റലിലും വിൻഡോസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അവര് എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് അവര് വാഷ് ചെയ്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിലാണ്. വാക്സിംഗ് ഫ്ലോർസ്. എന്താണ് വാക്സിംഗ് ഫ്ലോർസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ചില ഹോസ്പിറ്റലിൽ വുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വാക്സ് കൂടുതലും നമ്മൾ വുഡിലാണ് ചെയ്യുന്നത് കേട്ടോ. വുഡ് വർക്ക് ചെയ്തിട്ടുള്ള ഫ്ലോറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വാക്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വാക്സിങ് ചെയ്ത് അവിടെയുള്ള കറകളൊക്കെ നീക്കി കുറച്ചും കൂടി ഷൈൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ടൈലൊക്കെ ഉള്ള ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അതിൻ്റെതായ ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴുകി ഫ്ലോർ എന്ത് ചെയ്യുന്നു? സ്റ്റെയിനോ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീപ് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കലും ഷൈൻ ചെയ്യുന്ന രീതിയിലാക്കുന്നതാണ് വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറയുന്നത്. ദെൻ ക്ലീനിങ് കാർപ്പറ്റ്സ്. നമ്മുടെ വീടുകളിലെ കാർപ്പറ്റ്സ്, ചവിട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പരവതാനികളൊക്കെ കഴുകുന്നത് എപ്പോഴാ? ഡെയിലി കഴുകില്ലല്ലോ നമ്മള് അല്ലെ? ഇടയ്ക്കിടയ്ക്ക് അത് ഇത്രയും കൂടുതൽ മുഷിയുന്ന സമയത്ത് അല്ലെ? അത് ഏറ്റവും കൂടുതൽ മുഷിയുന്ന സമയത്താണ് നമ്മൾ അത് കഴുകിയിടാറ്. അതുപോലെ ഹോസ്പിറ്റലിലും കാർപ്പറ്റുകൾ ക്ലീൻ ചെയ്യുന്നത് ആനുകാലികമായിട്ടാണ്. ദെൻ ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്. ഭയങ്കര ഉയരത്തിലുള്ള സീലിങ്ങുകൾ ക്ലീൻ ചെയ്യുന്നതോ? ഇപ്പൊ ഫാനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഫാൻ ക്ലീൻ ചെയ്യോ നിങ്ങള്? പൊടി കൂടുതലാവുമ്പോഴല്ലേ നമ്മൾ ക്ലീൻ ചെയ്യുന്നേ. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലിലും എന്താണ്? ഹൈ സീലിംഗിലുള്ള സാധനങ്ങൾ ചിലപ്പോ മാറാല പിടിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പൊടികൾ ചിലപ്പോൾ ഫാനിലുണ്ടാവും. അതൊക്കെ ഭയങ്കര ഉയരത്തിലാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത് അന്നായിരിക്കും അവർ ക്ലീൻ ചെയ്യുന്നത്. ചേഞ്ചിങ് ഡ്രേപ്പറീസ്. ഡ്രേപ്പറീസ് എന്ന് പറയുന്നത് എന്താ? തുണിത്തരങ്ങൾ മാറ്റുക. നമ്മുടെ വീട്ടിൽ കർട്ടൻസ് കാര്യങ്ങളില്ലേ? അതെല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യാറില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കർട്ടൻസ് അഴിച്ച് ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? കർട്ടൻസ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് അല്ലെ? അതുപോലെ ഹോസ്പിറ്റലിലും ഇതുപോലെ സ്ക്രീനുകള്, കർട്ടനുകള് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തുണിത്തരങ്ങളും എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത് ആനുകാലികമായിട്ടാണ്. ക്ലിയർ ആണോ? പീരിയോഡിക് ക്ലീനിങ്. ഓക്കെ. Then third one ആണ് trash and garbage removal. എന്താണ് trash and garbage removal എന്ന് പറയുമ്പോൾ? trash and garbage removal നമ്മുടെ ചപ്പു ചവറുകള്, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. This include collecting trash and garbage from various points within the hospital and moving them to the incinerator dumpster, a very large container for rubbish. എന്താണ് പറയുന്നത്? trash and garbage removal എന്ന് പറയുന്നത് അവിടെ ചപ്പു ചവറുകൾ ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലും ഒരു ഇടത്ത് മാത്രമല്ല കേട്ടോ, ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ഇങ്ങനെയുള്ള ചപ്പു ചവറുകളാവാം, മാലിന്യങ്ങളാവാം, ഇങ്ങനെയുള്ള എല്ലാ വേസ്റ്റസും എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അത് എവിടേക്ക് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു? ഇൻസിനറേറ്റഡ് ഡംസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? കത്തിക്കാനായിട്ടുള്ള വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബിഷ്. നമ്മുടെ ചവറുകൾക്ക് അല്ലെങ്കിൽ വേസ്റ്റുകൾക്കുള്ള വലിയ കണ്ടെയ്നർ ആണ് ഡംസ്റ്റർ എന്ന് പറയുന്നത്, ഇൻസിനറേറ്റർ ഡംസ്റ്റർ. അപ്പൊ അതിലേക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് കത്തിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡംസ്റ്റർ, ഒരു വലിയ കണ്ടെയ്നർ ആണ്. അപ്പൊ അതിലേക്ക് ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഇങ്ങനെയുള്ള വേസ്റ്റസ് ഒക്കെ കളക്ട് ചെയ്യുന്നു, ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നു. കിട്ടിയോ? trash and garbage removal അതൊരു ഹൗസ് കീപ്പിംഗ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. നെക്സ്റ്റ് അവറും മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഷെറിന മാം ഇല്ല. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് മിസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു 35 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് തേർഡ് വരെയാണ്, 3 വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഫോർത്ത് നോക്കിയേ, ഡിസ്ചാർജ് ക്ലീനിങ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡിസ്ചാർജ് ചെയ്ത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോ ആ പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഡിസ്ചാർജ് ക്ലീനിങ്ങിൽ വരുന്നത്. നോക്കി എന്തൊക്കെയായിരിക്കും? ഇൻക്ലൂഡ് cleaning the patient room after discharge transfer of a patient and making it ready for another patient. എന്ത് ചെയ്യുന്നു? ഒരു രോഗി ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവർ ആ രോഗി എന്ത് ചെയ്യുന്നു? ആ മുറിയിൽ നിന്ന് പോയി അല്ലെ? പോയതിനു ശേഷം മറ്റൊരു രോഗിക്ക് ഈ റൂം കൈമാറുന്നതിന് വേണ്ടി ആ റൂം ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. അവിടെ ആ ഒരു പേഷ്യന്റ് ആ റൂമിൽ നിന്ന് ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞതിന് ശേഷം ആ റൂം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മറ്റൊരു പേഷ്യന്റിന് കൊടുക്കാനായിട്ട് റെഡിയാക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Then fifth one ആണ് exterminating bugs and pests. എന്തായിരിക്കും ബഗ്സ്, പെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല്? കീടങ്ങൾ അല്ലെ? കീടങ്ങൾ ഉണ്ടാവും. ഹോസ്പിറ്റലിലെ പല മേഖലകളിലും, ഇപ്പൊ സ്റ്റോറേജ് ഏരിയ ആയാലും മറ്റ് പല ഏരിയകളിലും പലതരത്തിലുള്ള പെസ്റ്റുകൾ, കീടങ്ങൾ ഉണ്ടാവും, ചെറിയ പ്രാണികൾ ഉണ്ടാവും. ഇതിനെയൊക്കെ നശിപ്പിക്കുക അതൊരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്, പ്രവർത്തനമാണ്. ബഗ്സ് ആൻഡ് പെസ്റ്റുകളെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യുക, നശിപ്പിക്കുക. Then preventing spread of infection and ensuring conditions for good patient care. ഇനി എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ, പടരുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, തടയുക. ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല ആരോഗ്യ പരിചരണം ഓരോ പേഷ്യൻസിനും കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക. എന്താണ് പറഞ്ഞത്? പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ അല്ലെങ്കിൽ പകരുന്നതിനെ തടയുക. അതോടൊപ്പം എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല രോഗി പരിചരണം കൊടുക്കാനുള്ളൊരു കണ്ടീഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. Then seventh one ആണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിലെ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത്? എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമ്മുടെ വീടുകളിൽ വെക്കുന്ന പോലെ ചില ഹോസ്പിറ്റലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? വാട്ടർ ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ജോലിയിൽ വരുന്നതാണ്. നോക്കി, ആ 7 പോയിന്റില് ഏതെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എണ്ണത്തില്? 7 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഫിഫ്ത് വണ്ണോ? ഫിഫ്ത് വൺ എന്താ? എക്സ്റ്റെർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഗ്സ് എന്ന് പറഞ്ഞാൽ കീടങ്ങള്, ചെറിയ ചെറിയ കീടങ്ങള്. അതുപോലെ ബഗ്സ് എന്ന് പറഞ്ഞാൽ ചെറു പ്രാണികളൊക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനൊക്കെ എന്ത് ചെയ്യുക? എക്സ്റ്റെർമിനേറ്റ് ചെയ്യുക, നശിപ്പിച്ചു കളയുക. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പാർട്ടിക്ക് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഏതൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന് വരുന്ന 2 ടൈപ്പുകൾ എന്ന് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇൻഹൗസ് സർവീസസ്, സെക്കൻഡ് വൺ ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. എന്താണ് ഒരു ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും? ഇൻഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. ഇനി വരുന്ന ബോക്സും ഈ ഒരു കാര്യം മനസ്സിലാവാതെ നിങ്ങൾക്ക് ആ ബോക്സ് ക്ലിയർ ആവില്ല. എന്താണ് ഇൻഹൗസ് സർവീസ് എന്ന് പറയുമ്പോ? അവിടെ ജീവനക്കാർ അല്ലെങ്കിൽ ജോലികള് എങ്ങനെയായിരിക്കും അവിടെ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള, ശരിയാണ്, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ളവര് അല്ലെ? അതായത് നിലവിലെ ജീവനക്കാരെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോലികൾ ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസ് ആവുമ്പോഴോ
എന്തായിരിക്കും വ്യത്യാസം? പുറത്തു നിന്നുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ കരാറുകാരനെയോ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കരാറുകാരനെയോ ഏൽപ്പിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ ഇൻഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ ആ നിലവിലുള്ള ഹോസ്പിറ്റലിലുള്ള നിലവിലുള്ള ജീവനക്കാരെ തന്നെ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ്. ഈ ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നതിനായിട്ട് ഏതെങ്കിലും കമ്പനിയെയോ അല്ലെങ്കിൽ കരാറുകാരനെയൊക്കെ ഏൽപ്പിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ രണ്ടും? ഇൻഹൗസ് സർവീസ് ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ ബേസ് ആയിട്ട് എന്താണെന്ന് മനസ്സിലായോ ഡിഫറൻസ്? ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് ഇനി ആ ഒരു ബോക്സ് നോക്കി രണ്ടിന്റെയും ഡിഫറൻസുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. കുറെ എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ എലമെന്റ്സ് എടുക്കുമ്പോഴും ഇൻഹൗസ് സർവീസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കിയോ, ഫസ്റ്റ് വൺ നമ്പർ. ഇൻഹൗസ് സർവീസിൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് സർവീസിൽ നമ്പർ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ എണ്ണം എങ്ങനെയാണ് അതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇൻഹൗസ് സർവീസ് നോക്കിയേ. ഫിക്സഡ് ആസ് പെർ ഓതറൈസേഷൻ, അനുവാദം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ അനുവാദം അനുസരിച്ച് അവിടെ ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും, ഒരു സ്ഥിര നമ്പർ ആയിരിക്കും ജീവനക്കാരുടെ. ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേരാണുള്ളത് എങ്കിൽ ആ ഒരു 10 പേര് തന്നെ ഫിക്സഡ് ആയിരിക്കും, അത് സ്ഥിരമായിരിക്കും. ആ 10 പേര് തന്നെ അല്ലെങ്കിൽ ആ ഒരു 5 പേര് തന്നെയായിരിക്കും എത്ര പ്രവർത്തനങ്ങൾ വന്നാലും അവിടെ ചെയ്യേണ്ടത്. എത്ര വർക്ക് വന്നാലും, വർക്ക് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ അവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. അവിടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ച് അവിടെ ജീവനക്കാരുടെ എണ്ണത്തിൽ എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. നിങ്ങളുടെ വീട്ടിൽ കോൺട്രാക്ട് പണിക്ക് ആരെങ്കിലും നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നോ? ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാവില്ലേ അല്ലേ? എന്തെങ്കിലും വീട് പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് കോൺട്രാക്ട് ബേസിസിൽ ആളുകൾ വിളിക്കാറില്ലേ? അവർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആലോചിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നോക്കി, ഒരു കോൺട്രാക്ട് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസേന ജോലിക്ക് വരുന്ന ആളുകളും ഒരു കോൺട്രാക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദിവസേന ഉള്ളവരാണെങ്കിൽ അവർ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളല്ലേ വന്നു പോകുന്നത് അല്ലെ? ഒരു 4 പേര് വരുന്നുണ്ടെങ്കിൽ ആ 4 പേര് കൂടി തന്നെയാണ് ആ ഒരു പണികളെല്ലാം ചെയ്തു തീർക്കുന്നത് അല്ലെ? ചിലപ്പോ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ചെയ്യേണ്ടത് ചിലപ്പോ 4, 5, 6 ദിവസം കൊണ്ടായിരിക്കും ചെയ്തു തീരുക അല്ലെ? എന്നാൽ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ കോൺട്രാക്ട് എടുക്കുന്നവർ എന്താണ് ഏറ്റവും ചിന്തിക്കുന്നത്? അവിടെ കോൺട്രാക്റ്റിൽ അവർ ജോലിക്കാരെ കൊണ്ടുവരില്ല. കോൺട്രാക്ടർ എങ്ങനെയാ ജോലിക്കാരെ കൊണ്ടുവരുന്നത്? അവർ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെയാണോ എല്ലാ ദിവസവും കൊണ്ടുവരാ? ആണോ? ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ? അവർക്ക് എത്രയും വേഗം ആ ഒരു ജോലി തീർത്ത് കൊടുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ? പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിൽ വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ അതേ സെയിം തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചിന്തിക്കേണ്ടത് കേട്ടോ. അത് തന്നെയായിരിക്കും ബേസ് ആയിട്ട് വരുന്ന കാര്യം. അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാ ഇൻഹൗസ് സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാവുമ്പോൾ ഫിക്സഡ് നമ്പർ ആണ്. നമുക്ക് ആദ്യം ഒരു 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ എത്ര ജോലി കൂടുതൽ വന്നാലും കുറവ് വന്നാലും അവരുടെ എണ്ണം ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസ് ആകുമ്പോഴോ അവിടെ എന്താണ്? ആ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കും. വർക്ക് ലോഡ് കുറയുന്നതിനനുസരിച്ചോ അവരാളുകളുടെ എണ്ണം കുറയ്ക്കും അല്ലെ? അതാണ് വ്യത്യാസം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കി, കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം എങ്ങനെയായിരിക്കും നോക്കി. ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ഡയറക്റ്റ് കൺട്രോൾ ആണ് നമുക്ക്. കാരണം എന്താ? ഹോസ്പിറ്റലിനുള്ളിലുള്ള നിലവിലുള്ള ജീവനക്കാരെ തന്നെയാണ് നമ്മൾ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നേരിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസില് ഹോസ്പിറ്റലിൽ നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കരാറുകാരെ കൊണ്ടുവന്നു. അവിടെ വന്നിരിക്കുന്ന കരാറുകാരന്റെ കീഴിലല്ലേ വന്നിരിക്കുന്നേ? ആ കോൺട്രാക്ടർക്ക് പറയാം. അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് നമുക്ക് പോയി പറയാൻ പറ്റുമോ അവരോട് ഇന്ന ജോലി ചെയ്യരുത്, നിങ്ങൾ ഇന്ന ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അധികാരമുണ്ടോ?
ഇല്ല അല്ലെ? അത് തന്നെ ഇവിടെ പ്രശ്നം. എന്താണ്? ഇൻഹൗസ് സർവീസ് ആകുമ്പോൾ അവിടുത്തെ ജീവനക്കാരെ തന്നെയാണ് നമ്മൾ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലുകാർക്ക് നേരിട്ട് അതിൽ നിയന്ത്രണം നടത്താൻ പറ്റും. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസ് ആകുമ്പോൾ ത്രൂ കോൺട്രാക്ടറിലൂടെയാണ്, എല്ലാ കരാറുകാരനിലൂടെയാണ് അവിടെ നടത്തുന്നത്, നിയന്ത്രണം കൺട്രോളിംഗ് ചെയ്യുന്നത്. കിട്ടിയല്ലോ സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ നോക്കിയേ, ഡിസിപ്ലിൻ. എങ്ങനെയായിരിക്കണം അവിടുത്തെ ഡിസിപ്ലിൻ അല്ല അച്ചടക്കം മുന്നോട്ട് പോവേണ്ടത്? ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, എന്താ, ഒരു നീണ്ട ഭരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റൽ ഏതൊരു സർവീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാഫുകൾ വർക്ക് ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ട് അവരുടെ പോളിസി പ്രൊസീജിയേഴ്സിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള കൃത്യമായ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യണം അല്ലെ? അത് നിർബന്ധമാണ് ഹോസ്പിറ്റലില്. അപ്പൊ അതുപോലെയുള്ള ഒരു ഭരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഡിസിപ്ലിൻ റൂളുകള് ഈ ഇൻഹൗസ് സർവീസുകളിൽ പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസുകളിലാകുമ്പോ ഔട്ട്സോഴ്സ് സർവീസില് ഡിസിപ്ലിൻ ചെയ്യണം എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലുകാർക്ക് പറയാൻ പറ്റുമോ? ആരാണ് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആള്? കോൺട്രാക്ടർ ആണ് അല്ലെ? ആ കരാറുകാരനാണ് എന്ത് ചെയ്യേണ്ടത്? ആ കൃത്യമായ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ അച്ചടക്കത്തോടു കൂടി ഓരോ ജീവനക്കാരും, അവർ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ജീവനക്കാരും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അവരെ കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൊണ്ട് നടക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ആ മൂന്നെണ്ണം ക്ലിയർ ആണോ? ഓക്കെ. Then fourth one ആണ് continuity of staff, ജീവനക്കാരുടെ തുടർച്ച. എന്താണ് ഇവിടെ പറയുന്നത്? assures hence standard of service can be more stable. ഇവിടെ നമുക്ക് എന്താണ്, ഒരു ഇൻഹൗസ് സർവീസിലാവുമ്പോ assures hence എന്താണ് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് അല്ലെങ്കിൽ അവിടെ സേവന നിലവാരം എന്ന് പറയുന്നത് can be more stable, കൂടുതൽ സുസ്ഥിരമായിരിക്കും. അതെന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അവിടെ? ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്, നല്ല രീതിയിലുള്ള നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് സർവീസ് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പ് പറയാനുള്ള കാരണം എന്താ? എന്തായിരിക്കാം കാരണം? നല്ലൊരു സ്റ്റാൻഡേർഡ് സർവീസ് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനുള്ള അവിടെ എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ് അല്ലെ? ശരിയാണ് കാരുണ്യ പറഞ്ഞത്. അവർക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കിട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നത് അല്ലെ? അവിടെ ഫിക്സഡ് നമ്പർ ആണ്, അവരിൽ മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരതിൽ ട്രെയിൻഡ്, പരിശീലനാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ നല്ല രീതിയിലുള്ള നിലവാരമുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും ഇല്ലേ? ഇൻഹൗസ് സർവീസിലാവുമ്പോൾ സാധിക്കുന്നുണ്ട്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോഴോ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്. അവിടെ സ്റ്റാഫുകൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അവിടെ കുറച്ച് വർക്ക് കൂടുമ്പോ അവർ കുറച്ച് പേരെ പുറത്തുനിന്ന് കൊണ്ടുവരും, വർക്ക് കുറയുമ്പോഴോ അവരാളുകളെ കുറയ്ക്കും. അപ്പൊ അവിടെ ഫിക്സഡ് ആയിട്ട് ആരും ജോലിയിൽ നിൽക്കുന്നില്ല. സ്റ്റാഫുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വരുന്ന ആളുകൾക്കൊന്നും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലുള്ള കൃത്യമായ എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ കൊടുക്കാവുന്നതിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അതാണ് സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്. സ്റ്റാഫ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്, ആ സേവന നിലവാരം കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല സേവന നിലവാരം കൊടുക്കാനായിട്ട് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ ഫോർത്ത് പോയിന്റ്? ഓക്കെ. Then fifth one നോക്കിയേ, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇനി അവിടെയുള്ള ജീവനക്കാരുടെ ലീവുകൾ കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ലീവുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? അവധി ഇളവുകൾ, നോ ലീവ് റിലീഫ് അല്ലെങ്കിൽ അവധി ഇളവുകൾ ഇല്ല എന്തില്? ഇൻഹൗസ് സർവീസുകളിൽ. കാരണം എന്താ? അവരധികം അവധി ഇളവുകളൊന്നും കൊടുക്കാതെ എന്തായിരിക്കും? എന്താണ് അവധി ഇളവുകളൊന്നും അധികം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? ആലോചിക്ക്. മന്ത്ലി സാലറി എന്തുകൊണ്ടാണോ? അതുകൊണ്ടല്ല. എന്തായിരിക്കും? ഫിക്സഡ് ഡ്യൂട്ടിയാണ് അല്ലെ അവർക്ക്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയല്ലേ, ഫിക്സഡ് ആയിട്ട് ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ അല്ലെ? അപ്പൊ അത്രയും പേര്, അപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ ആ 5 പേരിൽ ഒരാള് വരാതിരുന്നാലോ? എല്ലാ ദിവസവും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കണം അല്ലെ? നമുക്ക് ഒരു ദിവസവും ഇന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റില്ല.
അപ്പൊ എല്ലാ ദിവസവും ഇന്ന് ക്ലീൻ ചെയ്യില്ല കേട്ടോ ഈ ഏരിയ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എല്ലാ ദിവസവും ആ പ്രവർത്തനങ്ങൾ നടക്കാം. ഫിക്സഡ് നമ്പർ ഓഫ് ആളുകള് അല്ലെ, ഫിക്സഡ് നമ്പർ ഓഫ് ആളുകള് എന്ത് ചെയ്യണം, അവർക്ക് കൃത്യമായിട്ടുള്ള ജോലികൾ ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരാൾ കുറഞ്ഞാൽ അത്രയും ജോലി ചെയ്യാൻ അവിടെ ആളുകൾ വേറെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ അധികം ലീവ് റിലീഫുകൾ അല്ലെങ്കിൽ അവധി ഇളവുകളൊന്നും ഈ ഇൻഹൗസ് സർവീസുകളിൽ കാര്യമായിട്ട് കൊടുക്കാറില്ല. വളരെ അത്യാവശ്യമുള്ള ലീവുകൾ മാത്രമേ അവർക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിൽ അങ്ങനെയാണോ? ആണോ? അല്ല അല്ലെ. ഔട്ട്സോഴ്സിംഗ് സർവീസിൽ എങ്ങനെയാ? കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ ദ ടേംസ് ഓഫ് റെഫറൻസ് ടോസ്. എന്താണ് അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ അവരുടെ നിബന്ധനകൾക്കനുസരിച്ച്, കോൺട്രാക്ടിന്റെ നിബന്ധനകൾക്കനുസരിച്ച് അവിടെ അവർക്ക് ജീവനക്കാർക്ക് കോൺട്രാക്ടിന്റെ എന്താണ് മനോഭാവത്തിനനുസരിച്ച് അവർക്ക് ലീവ് അവധികൾ എന്ത് ചെയ്യാൻ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ് കോൺട്രാക്ടർക്ക് കൊടുക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുന്നേ? എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുന്നേ? അതൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഫിക്സഡ് സ്റ്റാഫ് അല്ല, ശരിയാണ്, ഫിക്സഡ് സ്റ്റാഫ് അല്ല. അവിടെ ഇപ്പൊ കോൺട്രാക്ട് എന്താണ്, ഒരാൾ ലീവ് എടുത്താൽ അവരെന്ത് ചെയ്യും? ഒന്നോ രണ്ടോ പേരെ വേറെ ആളെ പകരം കൊണ്ടുവരും അല്ലെ. അതെ, വേറെ ആളെ പകരം അവർക്ക് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ഒരാൾ ലീവ് എടുത്താലും അവർക്ക് അത് പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമില്ല, അത് അവരെ ബാധിക്കുന്നില്ല. അടുത്ത രണ്ടുപേരെ അവർ ജോലിക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലീവ് റിലീഫ് അല്ലെങ്കിൽ അവധി ഇളവുകൾ കുറച്ചും കൂടി ഇൻഹൗസ് സർവീസുകളെക്കാൾ ഔട്ട്സോഴ്സിംഗ് സർവീസുകളിലാണ് കൂടുതൽ ലഭിക്കുന്നത്. കിട്ടിയല്ലോ. സിക്സ്ത് വൺ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലി വിവരണം. എന്താണ്? ആസ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. ഇൻഹൗസ് സർവീസിൽ എങ്ങനെയാ അവർ എന്തൊക്കെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആര് നിശ്ചയിച്ച പ്രകാരമായിരിക്കും? അവിടുത്തെ അധികാരികൾ അതോറിറ്റീസ് നിശ്ചയിച്ച പ്രകാരമുള്ള ജോലികളെല്ലാം ഇൻഹൗസ് സർവീസുകളിൽ ജീവനക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലേ. Then outsourcing service ആകുമ്പോഴോ as per the terms of reference of a contract. അവരവരുടെ കരാറുകൾ വെച്ചിട്ടുണ്ടാവും ഇല്ലേ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കരാർ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ കരാറിൽ എന്തൊക്കെ ജോലികളാണോ അവർ ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത് ആ ജോലികൾ മാത്രം അവർക്ക് ചെയ്താൽ മതി ഇല്ലേ. ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജോലികളാണ് ഈ ഔട്ട്സോഴ്സിംഗ് സർവീസുകളിൽ ചെയ്യുന്നത്. എന്നാൽ ഇൻഹൗസ് സർവീസുകളിലാകുമ്പോൾ അവിടെ അവരുടെ അധികാരികൾ എന്ത് ജോലികൾ പറഞ്ഞാലും അവിടെയുള്ള ജീവനക്കാര് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയറല്ലേ? Then last one ആണ് ensuring quality, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ ഇൻഹൗസ് സർവീസുകൾ എങ്ങനെയാണ് at times difficult to maintain. എന്താണ്? ചില സമയങ്ങളിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിൽ ഇൻഹൗസ് സർവീസുകൾക്ക് ചില സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരിക്കും അത് ബുദ്ധിമുട്ടാവാനുള്ള ഒരു കാരണം? ഹോസ്പിറ്റലിൽ ഒരുപാട് തിരക്കൊക്കെ വരാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എല്ലായിടത്തും ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഹൗസ് കീപ്പിങ്ങിന്റെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുമോ? ഒരുപാട് തിരക്ക് വന്നു കഴിയുമ്പോ എല്ലാ ഇടങ്ങളിലും നമുക്ക് മാനേജ് ചെയ്ത് ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളല്ലേ ഉള്ളൂ. അവർക്ക് എല്ലായിടവും പെട്ടെന്ന് എന്താ ഒരുപോലെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവൂലേ? ചില സമയങ്ങളിൽ മാത്രം. അതാണ് പറയുന്നത് കേട്ടോ. at times difficult to maintain. ചില സമയങ്ങളിൽ മാത്രം എന്താണ്? ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ആണ്, ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്ക് എന്താ? വർക്ക് ലോഡ് കൂടുകയാണെങ്കിൽ അവർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് കയറ്റി അവർ ചെയ്യും അല്ലെ. വർക്ക് കുറയുകയാണെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. അതേസമയം ഇവർക്കും നേരിടേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട്. എങ്ങനെയാണ് ഇവര് ഓരോ സർവീസും കൊടുക്കേണ്ടത്, ആ ഒരു സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യണം എന്നത് കൃത്യമായിട്ട് അവരുടെ കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു കോൺട്രാക്റ്റിന്റെ ബേസിസിൽ ഒരിക്കലും ഇവർക്ക് ആ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചകളും ചെയ്യാനുള്ള അധികാരമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റിയിൽ കുറവ് വന്നാൽ എന്താ പറ്റുക? ഇൻബിൽഡ് പെനാൽറ്റീസ് ഫോർ പൂവർ പെർഫോമൻസ്. പൂവറായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ലഭിക്കും? ആ കരാറുമായി ബന്ധപ്പെട്ട് പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പെനാൽറ്റീസ്?
പിഴകള് അല്ലെ, അവരിൽ നിന്ന് പിഴകൾ ഈടാക്കാനായിട്ട് ഈ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പിഴകൾ അല്ലെങ്കിൽ പെനാൽ ഫൈൻ, അതന്നെ ഫൈനുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇവരിൽ നിന്ന് പുവർ പെർഫോമൻസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഹോസ്പിറ്റൽ സാറ്റിസ്ഫൈഡ് അല്ല, അവർ ആ ഒരു കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളിൽ ഒന്നും അല്ല ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് പുവർ പെർഫോമൻസ് ആണ് കണ്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ അല്ലെങ്കിൽ പിഴകളൊക്കെ ഈടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ആ ഒരു അവരോട് പറഞ്ഞിരിക്കുന്ന കൃത്യമായ ക്വാളിറ്റി അവരെന്ത് ചെയ്യും, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഒരു 7 എണ്ണം ഓക്കെ ആണോ? ഏതെങ്കിലും പറഞ്ഞു തന്നോ? എന്താ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു 7 ടൈപ്പില്? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. നല്ലൊരു ഹൗസ് കീപ്പിംഗ് ചെയ്ത് സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ നമുക്കറിയാവുന്ന കാര്യം എന്താ? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ് അല്ലെ, എന്താണ്, അണുബാധകളൊക്കെ അവോയ്ഡ് ചെയ്യുക, തടയുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണെങ്കിൽ ഒരിക്കലും അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ പടരുകയില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും ഇല്ലേ. രണ്ടാമത്തത് ലൈക് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഇനി എന്താ, ആ ഒരു ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ താമസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് മറ്റേതെങ്കിലും രോഗവുമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഒന്നും മികച്ചതായിട്ടൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്ത് വരാം, ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് വരാം, നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ, ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അതുവഴി അവർ പിന്നെയും അതുകൂടി വന്നു കഴിഞ്ഞാലോ അവർ കുറച്ച് ദിവസം കൂടി ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യേണ്ട ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? മൂന്നാമതായി പറയുന്നത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. എന്താണ്, ചികിത്സാപരമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് സെന്റൻസ് തന്നെ നോക്കിയാൽ അവിടെ ഒരുപാട് ദിവസം നമ്മൾ അവിടെ ലോങ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ചികിത്സാ ചിലവുകളും ഒരുപാട് വരും അല്ലെ. അതേസമയം ദിവസങ്ങൾ കുറവ് മതി നമുക്ക് അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങളുടെ ദൈർഘ്യം കുറയുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ചികിത്സാ ചിലവുകളിലും കുറവ് വന്നേക്കാം അല്ലെ. പേഷ്യന്റ് സഫറിങ്സ്. ഇനി എന്താണ്, പേഷ്യൻസിന്റെ സഫറിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാത്റൂമുകൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റൂമുകളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറില്ലേ ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലേ? ചില ബാത്റൂംസ് ആണെങ്കിലും ടോയ്ലറ്റിലൊക്കെ പോകാനാണെങ്കിലും അല്ലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നാറുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ. എന്താ, നല്ലൊരു പബ്ലിക് റിലേഷന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഇൻക്രീസസ് പോപ്പുലാരിറ്റി എന്നാണ് കേട്ടോ. അവിടെ പോപ്പുലാരിറ്റി എന്താണ്, ഹോസ്പിറ്റലിന്റെ ആ ഒരു ജനപ്രീതി പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്. എന്താണ്, രോഗികൾ കൂടുതൽ സന്ദർശിക്കുക. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് രോഗികൾ എന്ത് ചെയ്യുന്നു, സന്ദർശനത്തിനായിട്ട് വരുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാ, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ്, നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെയും രോഗികൾ സന്ദർശനത്തിനായി വരും. ലാസ്റ്റ് വരുന്നതാണ് ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ
സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി നിലനിർത്താനായിട്ടും നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മൾ താഴെ പറയുന്നവ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ് വരുന്നതിനെ പകരുന്നതിനെ തടയുന്നു. അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി പറഞ്ഞത് കർണയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അവിടെ ആ ഒരു പേഷ്യന്റിനെ ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു താമസിക്കുന്നതിന് സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ഒരു ദൈർഘ്യം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ചികിത്സാ ചിലവുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് കർട്ടയിൽ പേഷ്യന്റ് സഫറിംഗ്, പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ദെൻ പബ്ലിക് റിലേഷനെ കുറിച്ചുള്ള ഒരു പബ്ലിക് റിലേഷന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ ആ ഒരു ഹോസ്പിറ്റലിന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് സന്ദർശനത്തിനായി വരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ലഭിക്കാനും നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? Okay. Then next ആണ്, what is a hospital housekeeping checklist? എന്താണ് ഒരു ഹോസ്പിറ്റൽ housekeeping checklist എന്ന് പറയുന്നത്? A hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital acquired infection. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ്കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. അത് ഉപയോഗിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, വളരെ ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. എവിടെയാണ്? ഈ പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് റൂമുകൾ അല്ലെങ്കിൽ രോഗികളുടെ മുറികളിൽ ഒരു അണുവിമുക്തമായ അന്തരീക്ഷം എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ പകരുന്നതിനെ തടയുന്നതിനും വേണ്ടി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്താ നോക്കിയേ? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. അത് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. ഇതിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് റൂംസ് അല്ലെങ്കിൽ രോഗി മുറികളിൽ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു അണുവിമുക്തമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആൻഡ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ പകരുന്നത് തടയുന്നതിനും വേണ്ടി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ചെക്ക് ലിസ്റ്റ് ഹാസ് ബീൻ ഫോംഡ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹോസ്പിറ്റൽസ് ടു ഫോളോ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ദാറ്റ് ഈസ് SOP. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇത് വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചോ? വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചോ? ഓക്കെ, ഏത് ചാപ്റ്ററിലായിരുന്നു? ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററിലാ പഠിച്ചേ? മറന്നുപോയോ? HAയിലാണോ പഠിച്ചേ? വേറെ ചാപ്റ്ററിൽ പഠിച്ചില്ല? HAയിൽ മാത്രം പഠിച്ചോളാം? ഓവർവ്യൂ ഉണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാട്ടാ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOP. നോക്കിയേ, such as high touch service. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അവിടുത്തെ നിലവാരമുള്ള പ്രവർത്തനങ്ങളുടെ എന്താണ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാ വരുന്നത്? സച്ച് ആസ് ഹൈ ടച്ച് സർഫസ്, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മുടെ ഉയർന്ന പ്രതലങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. റൂം സോണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ബ്രേക്ക് ചെയ്ത് റൂമുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്ത് പല പല റൂമുകളിലെ പല പല ഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്, അല്ലെ? സോണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ഒരു റൂമിനെ തന്നെ 1, 2, 3 ഭാഗങ്ങളായിട്ടൊക്കെ തിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭിത്തികൾ അല്ലെങ്കിൽ വാൾസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, അത് വരുന്ന പ്രൊസീജിയറിൽ വരുന്ന കാര്യമാണ്. ആ ക്ലീനിങ് പാത്ത്, നമ്മൾ എപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്ന പാത്തുകൾ അല്ലെങ്കിൽ നടപടികളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉൾപ്പെടുന്നവയാണ്. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എളുപ്പത്തിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. ഹോസ്പിറ്റലിലെ ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തൊക്കെ വരുന്നത്? ഹൈടെക് സർഫസുകൾ ക്ലീൻ ചെയ്യുക, റൂം സോണിങ്, അല്ലെ, റൂമുകൾ ഓരോരോ ബ്രേക്ക് ആയിട്ട് ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കുക, ആൻഡ് ക്ലീനിങ് പാതകൾ കൃത്യമായിട്ട് വൃത്തിയാക്കി നിലനിർത്തുക. ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറുകളും, ഇത് മാത്രമല്ല ഒരുപാട് ഇനിയും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറുകളും കൃത്യമായിട്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി, ഏറ്റവും എളുപ്പത്തിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ആരാണ് ഉപയോഗിക്കുന്നത്? ഹൗസ് കീപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി നിങ്ങൾ നോക്കേണ്ട കാര്യം, അത് എന്തിനു വേണ്ടി, എന്തൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതുപോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം നോക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? Then with safety culture, hospital housekeepers can easily, ഇനി വളരെ സുരക്ഷിതമായ ഒരു സംസ്കാരത്തോടുകൂടി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. നിങ്ങൾ നോക്കി, ഫസ്റ്റ് വൺ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. പേഷ്യൻസിന്റെ റൂമുകൾ വൃത്തിയാക്കാറില്ലേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്? പേഷ്യൻസിന്റെ റൂം വൃത്തിയാക്കാറില്ലേ? അത് തന്നെ. അതിലെന്തൊക്കെയാണ്, അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, എങ്ങനെയാണ് അവർ വൃത്തിയാക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ വൃത്തിയാക്കണം, അതാണ് ഇവിടെ പറയുന്നത്. നോക്കി, ഫസ്റ്റ് വൺ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഒരു ക്ലീനിങ്ങിന് വേണ്ടി പോവുകയാണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹാൻഡ്സ് വാഷ് ചെയ്യണം. ആ ഹാൻഡ്സ് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്ത് ഗ്ലൗസുകൾ ധരിക്കുക. അതാണ് ആദ്യത്തെ പറയുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പേഷ്യന്റ് റൂമിലേക്ക് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം അവർ എന്ത് ചെയ്യണം? അവരുടെ ഹാൻഡ്സ് നന്നായി വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം അവർ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കണം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, ലീവ് ക്ലീനിങ് കാർഡ് ഇൻ ഹോൾ. ഇനി ഏത് റൂമാണോ അവർ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഹാളിന്റെ അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ ഈ ഒരു ക്ലീനിങ് കാർപ്പറ്റ്, നമ്മൾ പറഞ്ഞില്ലേ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ബക്കറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ വണ്ടികളുണ്ടെന്ന്, കാർട്ടുകള്, അങ്ങനെയുള്ള കാർട്ടുകള് ആ ഒരു ഹോളിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് വെക്കണം. നമ്മുടെ വീടുകളിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്, തൊട്ടടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട്. അതുപോലെ ആ ഹോളില് എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് വെക്കണം. And set up a safety sign outside the door. ഇനി ആ ഡോറിന് പുറത്ത്, ഇപ്പൊ ഒരു റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ആ റൂമിന്റെ പുറത്ത്, ഡോറിന് പുറത്ത് എന്ത് ചെയ്യണം? സേഫ്റ്റി സൈൻ ബോർഡുകൾ വെക്കണം. എന്താണ് സേഫ്റ്റി സൈൻ ബോർഡ് എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയായിരിക്കും അത് വെക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി സൈൻ ബോർഡ് വെക്കേണ്ട കാര്യമുണ്ടോ? പുറത്തു നിന്ന് വരുന്നവരെ പെട്ടെന്ന് സ്ലിപ്പായതേ, വെറ്റ് ഫ്ലോർ ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അവരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡോറിന് പുറത്ത് സേഫ്റ്റി സൈൻ ബോർഡുകൾ പ്ലേസ് ചെയ്യുക. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ നോക്കിയേ, ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ റൂം. ഉടനടി ആ റൂമുകള് നേരെയാക്കുക. വേക്കന്റ് ആൻഡ് റിലൈൻ ട്രാഷ് ക്യാൻസ്. എന്ത് ചെയ്യണം? ആ ഒരു റൂമില് എന്ത് ചെയ്യണം? കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഉടനടി അത് നേരെയാക്കണം. ആൻഡ് വേക്കന്റ് ആൻഡ് റിലൈൻ ട്രാഷ് ക്യാൻസ്. ട്രാഷ് ക്യാൻസ് എന്താ? ചവറ്റുകുട്ടകൾ അല്ലെ. ഈ പറയുന്ന ചവറ്റുകുട്ടകളിൽ, വേസ്റ്റ് ബാസ്ക്കറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പകരം ഒരെണ്ണം അങ്ങനെയുള്ള ഒരു ക്യാൻസ് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതാണ് റിലേ എന്ന് പറഞ്ഞാൽ കേട്ടോ. റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ക്ലിയർ അല്ലേ? മൂന്നെണ്ണം. ആ ഒരു 3 പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? Okay. Next, fourth one നോക്കി, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. ഏറ്റവും കൂടുതൽ പേഷ്യന്റ് റൂമുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ്
സ്വിച്ചസ്, അതെ. നമുക്ക് സ്വിച്ച് ആവാം, മറ്റെന്തെങ്കിലും എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലും ടച്ച് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ഇരിക്കുന്ന ബെഡ് കൂടുതൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, ഇരിക്കുന്ന ആ ഒരു ടേബിള്, ഹാൻഡിൽസ്, ഇതെല്ലാം അങ്ങനെയുള്ള റൂമുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ് ആണ് ഡസ്റ്റ് എയർ വെന്റ്സ്. വെന്റിലേഷൻസ് കൊടുക്കാറില്ലേ റൂമുകളില്? കണ്ടിട്ടില്ലേ വെന്റിലേഷൻസ് കൊടുക്കുന്നേ? അവിടെ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? പൊടികൾ ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ്? ലൈറ്റുകളിൽ ഉണ്ടാവും പൊടികള്. ടെലിവിഷൻ, ചില റൂമുകളിലൊക്കെ TV സെറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പല ഏരിയാസിനും റൂമിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇപ്പൊ റൂമിൽ ടെലിവിഷൻ സെറ്റ് ഒക്കെ ഉണ്ടാവാറില്ലേ? അപ്പൊ അതിലൊക്കെ ചിലപ്പോൾ പൊടികൾ ഉണ്ടാവും. വിൻഡോ സിൽസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് വിൻഡോസിന്റെ താഴെ അല്ലെങ്കിൽ ജനലിന്റെ ഒക്കെ താഴെ ഒരു നീളത്തിലുള്ള ഒരു ഭാഗം ഉണ്ടാവാറില്ലേ? കമ്പികളല്ല, നീളത്തിലുള്ളൊരു ഭാഗം ഉണ്ടാവാറില്ലേ? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ടോ ചിലരുടെ വീട്ടില്? അടിവശത്ത് നമ്മുടെ ആ ഒരു വിൻഡോയുടെ താഴെയായിട്ട് അടിവശത്ത് ഉണ്ടോ? മിക്കവരുടെ ഉണ്ടാവും അല്ലെ. നോക്കി ആ ഒരു വിൻഡോയുടെ താഴെ ഒരു ലോങ് ആയിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടാവാറില്ലേ? അതാണ് വിൻഡോ സിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പൊടി കൂടുതൽ, ഡസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ ചുമരിന്റെ തന്നെ നമ്മുടെ വിൻഡോസിന് തൊട്ട് താഴെയായിട്ട് അതിനോട് ചേർന്ന് ഒരു കുറച്ച് സ്പേസ് ബാലൻസ് ഉണ്ടാവാറില്ലേ? അത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്പേസിലൊക്കെ പെട്ടെന്ന് പൊടിയിരിക്കാൻ പറ്റുന്ന ഇടങ്ങളല്ലേ, ഡസ്റ്റ് വരുന്ന ഏരിയ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പൊടികളൊക്കെ എന്ത് ചെയ്യുക? തൂത്ത് തുടച്ച് വൃത്തിയാക്കുക. സിക്സ്ത് വൺ ആണ് സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ് സൈഡ് കൊമോഡ്. എന്താണ് കൊമോഡ്? ബെഡിന്റെ സൈഡിലേക്ക് കൊമോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടിട്ടുണ്ടോ പേര്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് കാരുണ്യ? എന്താണ് സാധനം? അതെ, ചെയർ തന്നെയാണ് അല്ലെ. നമ്മുടെ വീടുകളില് വയ്യാതെ ഇപ്പൊ എന്താണ് തീരെ കിടപ്പിലായിട്ടുള്ളതോ അല്ലെങ്കിൽ നടന്ന് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ചെയർ പോലെയുള്ള, അതെ മോഷൻസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ, ആ ചെയർ അല്ല. നമ്മുടെ ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ചെയർ പോലത്തെ ഒരു സാധനം, നമ്മുടെ ചെയർ തന്നെയാണ്, അതിന് നടുക്കൊരു ഹോളൊക്കെ ആയിട്ട് ഒരു സാധനം വെച്ചു കൊടുക്കാറില്ലേ? അതാണ് കൊമോഡ് എന്ന് പറയുന്നത്, ബെഡ് സൈഡ് കൊമോഡ്. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ റൂമുകളില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. ദെൻ സെവൻത് വൺ ആണ് വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്. ഓരോ കൗണ്ടറിന്റെ ഒക്കെ അല്ലെങ്കിൽ ടേബിളിന്റെ ഒക്കെ മുകളിലൊക്കെ നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കുക. ഫർണിച്ചറിലൊക്കെ പൊടികളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡിസ്ഇൻഫെക്ട് ഡോർ ഹാൻഡിൽസ്, ഡോറിന്റെ ഹാൻഡിലുകളൊക്കെ ഡിസ്ഇൻഫെക്റ്റൻസ് ചെയ്യുക. ക്ലിയർ അല്ലേ? 7 പോയിന്റ്സിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ ഏതെങ്കിലും? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. പേഷ്യൻസിന്റെ റൂമിൽ തന്നെ ബാത്റൂംസ് ഉണ്ടാവും അല്ലെ, അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? അതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. നോക്കി, ഫസ്റ്റ് വൺ, empty and sanitize trash can needed replace liners covers. എന്താണ്? ബാത്റൂമിനുള്ളില് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടാവാറില്ലേ, അല്ലെങ്കിൽ ചവറുകളിൽ വേസ്റ്റ് ഇടാനുള്ള ക്യാൻസ് ഉണ്ടാവാറില്ലേ ബാത്റൂമിനകത്ത്? യെസ് ഉണ്ടല്ലേ. അപ്പൊ അതിന് എങ്ങനെയായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാത്റൂമിന്റെ അകത്തേക്ക് വേസ്റ്റ് ആണ് ഇടുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അകത്തിടുന്നതാണ്, പേഷ്യന്റ് റൂമിൽ ഇടുന്നതാണെങ്കിലും അതിനൊക്കെ ഒരു ലൈൻസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കവർ ഇട്ടിട്ടുണ്ടാവും അതിനുള്ളിൽ. കണ്ടിട്ടുണ്ടോ? ഒരു ബ്ലാക്ക് കളർ കവറുകള്, കൂടുതലും ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഒരു കവർ ഇട്ടിട്ടാണ് ചെയ്യാറ് അല്ലെ. ആ കവറുകൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ചവറ്റുകൂട അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ്, അതാണ് ട്രാഷ് ക്യാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചവറ്റുകൂട്ടുകൾ ബാത്റൂമിനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ ആ കവറൊക്കെ മാറ്റി, എന്താണ് റീപ്ലേസ് ലൈനേഴ്സ് അല്ലെങ്കിൽ കവറുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കവറുകളൊക്കെ എടുത്ത് മാറ്റി പുതിയ ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് അവിടെ വെക്കുക. ആ ഒരു ക്യാൻ അല്ലെങ്കിൽ ആ ഒരു പാത്രം എന്ത് ചെയ്യണം? അപ്പൊ ചിലപ്പോൾ ആ ഒരു ബോക്സ് ആയിരിക്കും അല്ലെ, അതല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതൊക്കെ എംപ്റ്റി ചെയ്യുക. അതൊക്കെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? പിന്നെയും കൊണ്ടുവന്ന് അവിടെ തന്നെ റീപ്ലേസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇറങ്ങുന്ന അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവും. ഏതൊക്കെയാ? ലൈറ്റ് സ്വിച്ചസ് എന്നാണ് അവിടെ സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. ഏതൊക്കെയാ?
നമ്മളെ ബാത്റൂമിന്റെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ആ സ്വിച്ച് ഇട്ടല്ലേ പോകുന്നേ. ഇപ്പൊ പേഷ്യന്റ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ആരാണോ കൂടെ ഉള്ളത് അവരെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ലൈറ്റിന്റെ സ്വിച്ച്. ഡോർ നോബ്സ് തുറക്കുന്ന ആ ഒരു റൂം തുറക്കുന്ന ഡോർ നോബ്സ് ആവാം, ഹാൻഡ് റെയിൽസ്, ഇതുപോലെയുള്ള എല്ലാം നമ്മുടെ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഏരിയാസ് ആണ്. അതെല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും സാനിറ്റൈസ് ചെയ്യണം. രണ്ടാമത്തത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്, സിങ്സ്. ഇനി ആ ബാത്റൂമിനുള്ളിലുള്ള ഷവറുകള്, ടബുകള്, സിങ്കുകള് ഇതെല്ലാം ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ഫോർത്ത് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗള്. നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഉള്ള അതിന്റെ ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ ടോയ്ലറ്റ് ബൗള്, സീറ്റ്, അതിന്റെ ടാങ്ക്, വെള്ളം വന്ന് നിൽക്കാൻ വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാവും, അതുപോലെ ഫ്ലഷ് ചെയ്യാനുള്ള ഹാൻഡില്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ക്ലിയർ ആണോ? ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് വാങ്ങി പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ചാർജ് ക്ലീനിങ് പഠിച്ചില്ലേ, അത് തന്നെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് കേട്ടോ. നോക്കി എന്തൊക്കെയാ പറയുക അതില്? make firm that the patient has been discharged and room vacant. എന്ത് ചെയ്യണം? നമ്മള് ഓടിച്ചെന്നാൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയെന്ന് പറയുമ്പോ ഓടിച്ചെന്നാൽ ക്ലീൻ ചെയ്യാൻ ചെല്ലാണ് ചെയ്യണ്ടേ? അല്ല, ആ ഒരു റൂമില് പേഷ്യൻസ് എന്ത് ചെയ്തു? ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് പോയി, ആ റൂം ഇപ്പോൾ വേക്കന്റ് ആണ് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ. അല്ലാതെ ആ ഡിസ്ചാർജ് ആയല്ലോ നമുക്ക് അവിടെ പോയി ക്ലീൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഓടിച്ച് എന്തായില്ല ചെയ്യേണ്ടത്? ആദ്യം എന്ത് കൺഫേം ചെയ്യണം? ആ പേഷ്യന്റ് അവിടെ ഡിസ്ചാർജ് ആയി പോയോ, ആ റൂം ഇപ്പോ വേക്കന്റ് ആണോ, വേറെ ആരും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണോ എങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പോയി ക്ലീൻ ചെയ്യാം. അതാണ് ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ ആദ്യം വരുന്നത്. അത് ആദ്യം ഉറപ്പ് വരുത്തണം, പേഷ്യന്റ് ആരും അവിടെ ഇല്ലാതെ ഉറപ്പ് വരുത്തണം. രണ്ടാമതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഏതൊരു ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യണം? ഹാൻഡ്സ് വാഷ് ചെയ്യണം, ഗ്ലൗസുകൾ ധരിക്കണം. ഗ്ലൗസ് എന്നാണ് ഇവിടെ, വെയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ഡോർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹാൻഡ്സ് വാഷ് ചെയ്യുക, ഗ്ലൗസുകൾ ധരിക്കുക, അതിനുശേഷം അവർ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ആ റൂമിന്റെ ഡോറിന് പുറത്തായിട്ട് സേഫ്റ്റി സൈൻ ബോർഡുകൾ പ്ലേസ് ചെയ്യുക. ക്ലിയർ അല്ലേ? തേർഡ് വൺ നോക്കി, ഡിസ്ഇൻഫെക്റ്റന്റ് മാട്രസ് ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്. ഇനി ആ ഒരു എന്താണ് ആ റൂമിലുള്ള മാട്രസ് മെത്തകളുടെ ഏറ്റവും മുകൾ വശം, ബോട്ടം, താഴ്വശം, സൈഡ് മുതൽ അത് പേഷ്യന്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഇടങ്ങളാണത് അല്ലെ. അതൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. ചിലപ്പോൾ അവര് പോയപ്പോ ചിലപ്പോ പല രീതിയിലുള്ള അണുബാധകളുള്ളവരായിരിക്കാം. അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ച എല്ലാ സാധനങ്ങളും ഒന്നും കൂടി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം. ആൻഡ് റീപ്ലേസ് കവർ. ഈ ബെഡിന്റെ ഒക്കെ ബെഡ് കവറുകൾ, പില്ലോ കവറുകളൊക്കെ മാറ്റി എന്ത് ചെയ്യണം? പുതിയത് റീപ്ലേസ് ചെയ്യുക. ക്ലിയർ അല്ലേ? തേർഡ് പോയിന്റും. ഫോർത്ത് വൺ നോക്കി, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ്, നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. ഇനി എന്താണ്? വാക്വം ക്ലീനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ ഫർണിച്ചറുകള്, കുഷ്യൻസ് ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഏതിൽ വഴിയാ? ഈ കുഷ്യൻസിലാണെങ്കിലും ഫർണിച്ചറിലൊക്കെ ആണെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്കത് ഫുള്ള് നമ്മുടെ കൈവച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ വാക്വം ക്ലീനിങ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഫർണിച്ചറുകള്, അതുപോലെ തന്നെ കുഷ്യൻസ് ഒക്കെ നമ്മൾ കാണാത്ത പൊടികൾ വരെയും കുഷ്യൻസിൽ നിന്നുള്ളത് ഈ വാക്വം ക്ലീനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. ഇനി ഈ പറയുന്ന കാര്യങ്ങള് എന്തെങ്കിലും സ്റ്റെയിൻസ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുകയും വേണം. അത് എന്നിട്ട് ബന്ധപ്പെട്ട ആളുകളോട് പറയണം, ഇന്ന സാധനങ്ങൾ ആ റൂമില് കറ പറ്റി കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ആ റൂമിൽ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് മറ്റൊരു പേഷ്യന്റ് വരുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താ? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഹോസ്പിറ്റലിലെ പേഷ്യന്റ് റൂമിനുള്ളിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. വീൽ ചെയറുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയർ ആ റൂമിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. IV പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ IV പോൾസിന് വേണ്ടിയിട്ട് റൂമിൽ ഉണ്ടാവുക? ട്രിപ്പ് ഒക്കെ ഇടാൻ വേണ്ടിട്ട്, ഇൻട്രാവിനസ് പോൾസിന് വേണ്ടി ട്രിപ്പ് ഇടാൻ വേണ്ടി സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ? IV സ്റ്റാൻഡ്. അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവർ കൈകാര്യം ഈ ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ അടുത്ത പേഷ്യന്റ് വരുന്നതിന് മുൻപ്
അതൊക്കെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് നിർത്തുക. Then sixth one ആണ് check and refill soap and paper towel dispensers. ഇനി പേപ്പർ ടവലുകള്, സോപ്പ് കണ്ടെയ്നറുകള് ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നിറച്ച് വെക്കുക. ചെക്ക് ചെയ്ത് അത് നിറച്ച് വെക്കുക. Then seventh one clean and sanitize patient bathroom, sweep, wet mop and sanitize all floors. ഇനി എന്താണ്, ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു റൂമിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞുള്ള ക്ലീനിങ് അല്ലേ. അപ്പൊ അതിന് ഈ ഒരു റൂം ക്ലീൻ ചെയ്തതോടൊപ്പം അവരുടെ ബാത്റൂമുകളും ക്ലീൻ ചെയ്യുക. കൃത്യമായിട്ട് ആ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയും എല്ലാ ഫ്ലോർസും കൃത്യമായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ആ ഒരു മറ്റൊരു പേഷ്യന്റിന് ആ ഒരു ഗ്രൂപ്പ് കൊടുക്കാനായിട്ട് റെഡി ആവുന്നത്. ക്ലിയർ ആണോ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്? ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ആവും കേട്ടോ. നോക്കിയപ്പോ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പേഷ്യൻസിന്റെ റൂം, ബാത്റൂം, ഇനി പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാല് പിന്നീടുള്ള ക്ലീൻ ചെയ്യുന്നത് എത്രയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മറ്റു ഏരിയയിലോട്ടൊന്നും നമ്മൾ കടന്നിട്ടില്ല അല്ലെ. ഇനി ഹൗസ് കീപ്പിംഗിന്റെ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിൽ അവർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാണ്, ദിവസേനയുള്ള ആ ക്ലീനിങ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. ആ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ നടപടിക്രമം പ്രകാരം ബോഡി ഫ്ലൂയിഡ്സ്, ഇപ്പൊ നമ്മുടെ ബ്ലഡ്, ഫീസസ്, യൂറിൻ മുതലായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴി കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാകുന്ന സർഫസ് അല്ലെങ്കിൽ പ്രതലങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ഇത് പേഷ്യന്റിന്റെ റൂമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ അല്ലാട്ടോ പറയുന്നത്. ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സുമായി കണ്ടാമിനേറ്റഡ് ആയിട്ട് വന്ന് എന്താണ് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള സർഫസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ അത്. റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. ഇനി എന്ത് ചെയ്യണം, ഷാർപ്പ് കണ്ടെയ്നേഴ്സ് ഇപ്പൊ നമ്മുടെ സിറിഞ്ച്, നീഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന കണ്ടെയ്നേഴ്സ്, അതുപോലെ മറ്റു ഹോസ്പിറ്റൽ മേഖലയിലുള്ള മറ്റ് വേസ്റ്റ് ഇടുന്ന ഒരുപാട് കണ്ടെയ്നേഴ്സ് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു 3/4 ഫുൾ, ഒരു മുക്കാ ഭാഗം അത് ഫുള്ളാവുമ്പോഴേക്കും അത് കൊണ്ടുപോയി മാറ്റി എന്ത് ചെയ്യുക, വേറൊരെണ്ണം ആ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്, ഷാർപ്പ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ സിറിഞ്ച്, നീഡിൽസ് മുതലായവ. അല്ലാത്ത ഒരുപാട് എന്താണ് വേസ്റ്റ് ബാസ്കറ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇതെല്ലാം ഒരു മുക്കാൽ ഭാഗം നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് കൊണ്ടുപോയി എന്ത് ചെയ്യണം, കളഞ്ഞ് അല്ലെങ്കിൽ അതിന് പകരം വേറൊരു എന്താണ് കണ്ടെയ്നേഴ്സ് അവിടെ റീപ്ലേസ് ചെയ്യുകയും പുനഃസ്ഥാപിക്കുകയും വേണം. Then മൂന്നാമതായി പറയുന്നത് കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഇനി ഈ ഫ്ലോറുകളില് യാതൊരുവിധ അവശിഷ്ടങ്ങൾ പാടില്ല. ട്രിപ്പിംഗ് ഹസാർഡ്സ് പറയുന്ന തട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ ഫ്ലോറില് യാതൊരുവിധ സാധനങ്ങളും ഇല്ല എന്നുള്ളത്. ഫ്ലോർസ് ആർ ഫ്രീ, എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുകയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം, അതൊക്കെ അവിടെ നിന്ന് മാറ്റി ഫ്ലോർ എപ്പോഴും ഫ്രീ ആയിട്ട് ഇടുക. നാലാമതായി പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. എന്തെങ്കിലും വെള്ളം, ഇപ്പൊ വെള്ളം വീണതാവാം, ഓയിൽ വീണതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തപ്പോ താഴെ വീണിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഫ്ലോറിലോ ഫർണിച്ചറുകളിലോ അങ്ങനെയുള്ള സാധനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനടി അത് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക. ഫിഫ്ത് വൺ ആണ് കീപ് ഓൺ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ പേഷ്യൻസും വിസിറ്റേഴ്സും ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അവരുടെ സ്വകാര്യ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ശ്രദ്ധ കൊടുക്കുക. ചിലപ്പോ അവർ ഉപേക്ഷിച്ചു പോയതായിരിക്കില്ല, ചിലപ്പോ റൂം ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോ ചിലപ്പോ അവിടെ ഇങ്ങനെ അറിയാതെ ചിലപ്പോ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വീണൊക്കെ പോവാറില്ലേ, നഷ്ടപ്പെട്ടു പോവാറില്ലേ. അപ്പൊ ഇങ്ങനെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്കായിരിക്കും കൂടുതൽ അത് കിട്ടാനുള്ള സാധ്യത. അവരാണ് ക്ലീൻ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും അവരുടെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിലപിടിപ്പുള്ള സാധനങ്ങളാണെങ്കിൽ അതെല്ലാം ചിലപ്പോൾ അവർ പിന്നീട് വന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട ആളുകൾ
കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. Then ആറാമത് പറയുന്നത് coordinating cleaning efforts with cafeteria staff, wipe and sanitize table chairs. ഇനി എന്ത് ചെയ്യണം? കഫറ്റീരിയ സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യണം? ക്ലീനിങ്ങില് കോർഡിനേറ്റ് ചെയ്യുക. അവിടെ കഫറ്റീരിയ കഫേക്ക് നടത്തുന്ന ഏരിയയിലെ ഹോസ്പിറ്റലില് നമ്മുടെ ക്യാൻറ്റീൻസ് പോലെ കഫറ്റീരിയ അവിടുത്തെ ജീവനക്കാരോട് ഇവരെന്ത് ചെയ്യണം? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇവരും കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ആൻഡ് വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്, അവിടെയുള്ള ടേബിള് ചെയറുകള് മുതലായവയൊക്കെ തുടച്ച് സാനിറ്റൈസ് ചെയ്ത് എപ്പോഴും വെക്കുക. ഇത്രയും 6 പോയിന്റ്സ് നമ്മളിപ്പോ നോക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ആണോ? ഈ 6 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നാളെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചാപ്റ്റർ നോക്കിയിട്ട് വരാം കേട്ടോ. Okay, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.